ബഗ്ദാദിൽ ചെന്നപ്പോ ചില ആളുകൾ വിചാരിച്ചു ഇമാം ബുഖാരിയെ ഇങ്ങനെ വിട്ടാ പറ്റൂല. എവിടെ സമ്മേളനത്തിൽ ഇമാം ബുഖാരിയുടെ സമ്മേളനത്തിലാണ് ആളുകൾ കൂടുതൽ, അവിടെയാണ് ജനങ്ങൾ മുഴുവനും വരുന്നത്. അതാ മഹാന്മാരായി ഇവർ നേതൃത്വം നൽകുന്ന പരിപാടിക്കാണ് ആൾ കൂടുന്നത്. ഇനി ഇങ്ങനെ വിട്ടാ പറ്റൂല, ചില കാര്യങ്ങളൊക്കെ ചോദിച്ചൊന്ന് മൂലക്കിരുത്താൻ ശ്രമിക്കണം. അന്നത്തെ ചില എതിരാളികൾ തീരുമാനിച്ചു. ബഗ്ദാദിലേക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ തങ്ങൾ ചെന്നപ്പോൾ അവിടെ 10 ആളുകൾ ഇമാം ബുഖാരി തങ്ങളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവരെല്ലാവരും 100 ഹദീസ് എടുത്തിട്ട് 10 ഹദീസ് വീതം അവർ പകുത്തെടുത്തു. ആ ഹദീസിന്റെ പരമ്പരകൾ മാറ്റി, അതിന്റെ വചനങ്ങൾ മാറ്റി, അതിന്റെ മത്തിന് മാറ്റി, സനദ് മാറ്റി, അതിന്റെ കാണ്ഡം മാറ്റി, പരമ്പര മാറ്റി. അങ്ങനെ രണ്ടും മാറ്റി വെച്ചിട്ട് ഹദീസിന്റെ ഇടയിൽ കൃത്രിമം നടത്തി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളെ പരീക്ഷിക്കാൻ. എന്നിട്ട് ഇടയ്ക്ക് കൂടെ 2 പേരെ വിട്ടിട്ട് ബുഖാരി ഇമാമിനോട് ചില ചോദ്യമൊക്കെ ചോദിച്ചു. ആളെങ്ങനെയാണ്, ഫിഖ്ഹൊക്കെ കിട്ടുന്ന ആളാണോ, വിഷയങ്ങളൊക്കെ അറിയുന്ന ആളാണോ എന്നറിയാൻ ഒരു പരീക്ഷണം നടത്തിയപ്പോ ഇമാം ബുഖാരി നല്ല മറുപടി പറയുന്നുണ്ട്. അപ്പോഴവരടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച ആളല്ല, ഇമാം ബുഖാരി തൽക്കാലം വിഷയങ്ങളൊക്കെ അറിയുന്ന ആളാണ്. ഇതെല്ലാം അറിഞ്ഞെങ്കിലും ഇമാം ബുഖാരി തങ്ങളെ ഉൾക്കൊള്ളാൻ അവര് തയ്യാറാകണമെങ്കിൽ ഈ പരീക്ഷണം നടത്തിയേ തീരൂന്ന് തീരുമാനിച്ചു. 10 പേരിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് കയറി. അതാ തിരുമറി നടത്തിയ ഹദീസിൽ നിന്നൊരു ഹദീസ് ഇമാം ബുഖാരി തങ്ങളുടെ മുമ്പിൽ വായിച്ചു. ഫഖാലൽ ബുഖാരി, അപ്പോൾ ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു, ലാ അരിഫു, എനിക്ക് ഹദീസ് അറിയില്ല. ഫസഅലഹു അൻ ആഖറ ഫഖാല ലാ അരിഫുഹു. അങ്ങനെ 10 ഹദീസും അങ്ങ് വായിച്ചു. ഇമാം ബുഖാരി പറഞ്ഞു, എനിക്കറിയില്ല. രണ്ടാമത്തെ ആളും വന്നു, കൃത്രിമം നടത്തിയ 10 ഹദീസ് അയാളും വായിച്ചു. ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു, ലാ അരിഫു, എനിക്ക് ഹദീസ് അറിയില്ല. അങ്ങനെ 10 പേരും വന്ന് 10 വീതം ഹദീസുകൾ, കൃത്രിമം നടത്തിയ ഹദീസുകൾ, പരമ്പര മാറ്റിവെച്ചത്, സനദ് മാറ്റിവെച്ചത്, മത്തിന് മാറ്റി സ്ഥാപിച്ചത്, അങ്ങനെയുള്ള ഹദീസ് അങ്ങ് വായിച്ചപ്പോ ഇമാം ബുഖാരി എല്ലാവരോടും പറഞ്ഞു, ലാ അരിഫു വൽ ബുഖാരി ലാ യസീദുഹും അലാ ലാ അരിഫു. എല്ലാവരോടും ലാ അരിഫു, എനിക്കറിയില്ല എന്ന വിഷയം മാത്രമേ ബഹുമാനപ്പെട്ടവര് പറഞ്ഞിട്ടുള്ളൂ. അവസാനം ഫലമ്മാ അലിമൽ ബുഖാരി അന്നഹും ഖദ് ഫറഹു, ഇവര് ചോദിക്കാനുള്ളതല്ല ചോദിച്ചു കഴിഞ്ഞു ഇമാം ബുഖാരി തങ്ങൾ അറിഞ്ഞപ്പോൾ ഇൽതഫത ഇലൽ അവ്വലി മിൻഹും, ഒന്നാമത്തെ ആളോട് പറഞ്ഞു, അമ്മാ ഹദീസുകൽ അവ്വലു ഫഹുവ കദാ വഹദീസുക കാനി ഫഹുവ കദാ വസ്സാലിസു വറാബിഉ അലൽ വലാഇ ഹത്താ അതാ അലാ തമാമിൽ അശറ. ആദ്യം 10 തെറ്റായ ഹദീസ് വായിച്ച ആളോട് പറഞ്ഞു, നിങ്ങൾ വായിച്ചത് ഇങ്ങനെയാണ്, അതിന്റെ ശരിയായ ഹദീസ് ഇങ്ങനെയാണ്. രണ്ടാമത് നിങ്ങൾ വായിച്ച ഹദീസ് ഇങ്ങനെയാണ്, ശരിയായ ഹദീസ് ഇങ്ങനെയാണ്. അങ്ങനെ 10 ഹദീസും ഒന്നാമത്തെ ആൾക്ക് പറഞ്ഞു കൊടുത്തു, രണ്ടാമത്തെ ആൾക്കും പറഞ്ഞു കൊടുത്തു. ആളുടെ ക്രമത്തിൽ വ്യത്യാസം വന്നില്ല, ഓതിയ ഹദീസിന്റെ ക്രമത്തിലും വ്യത്യാസം വന്നില്ല. അങ്ങനെ 100 ഹദീസും അതിന്റെ കൃത്യമായ പരമ്പരയോടെ അങ്ങ് വെച്ചു കൊടുത്തപ്പോ അവരെല്ലാവരും ബഹുമാനപ്പെട്ടവരെ സമ്മതിച്ചു പോയി. സമ്മതിച്ചു, നിങ്ങളെ തോൽപ്പിക്കാൻ ഞങ്ങൾക്കാവൂല. ഇമാം ബുഖാരി അതിജയിച്ചു പോയി. അതുകൊണ്ടല്ലേ സ്വഹീഹിന്റെ തുടക്കത്തിൽ എഴുതിയത് അൽ ഹാഫിദ് അൽ ഹുജ്ജ. മുതഅല്ലിമുകളെ, സ്വഹീഹുൽ ബുഖാരിയുടെ തുടക്കം അതാ വരുന്നില്ലേ? ഇമാം ബുഖാരി തങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് ഹാഫിദും ഹുജ്ജത്തുമായ ഇമാം ബുഖാരി. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ബുഖാറയെ കുറിച്ച് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവനും അതിനുവേണ്ടി വിനിയോഗിക്കേണ്ടി വരും. ചുരുക്കം, പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി AD 500-ൽ ബുഖാറ ലോക ചിത്രത്തിലേക്ക് കടന്നു വരികയാണ്. ചൈനയിൽ നിന്നുള്ള കച്ചവടക്കാർ, സിൽക്ക് വ്യാപാരികളായ ആളുകൾ കടന്നു പോകുന്ന വഴിയായതുകൊണ്ട് സിൽക്ക് റൂട്ട് എന്നൊരു പേര് ബുഖാറ നിലകൊള്ളുന്ന സ്ഥലത്തിനുണ്ട്. AD 700-ൽ രാഷ്ട്രീയൻ ഭരണകൂടത്തിൽപ്പെട്ട ഒരാൾ സമാൻ ഖുദ എന്ന ആൾ ഇസ്ലാമിലേക്ക് വന്നതോടെയാണ് ഇസ്ലാമിക ചിത്രം ബുഖാറയിൽ തുടങ്ങുന്നത്. ഇവിടെ ആ രാജ്യത്തൊരു പതിവുണ്ടായിരുന്നതായി ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അതായത് രാജ്യത്തിന്റെ ഭരണാധികാരി ഏത് മതക്കാരനാണോ
ആ മതത്തിലേക്ക് ജനങ്ങൾ മുഴുവനും മാറുക. അടുത്ത ഭരണാധികാരി വേറെ മതക്കാരനായാൽ അതിലേക്ക് കൂടൊഴിഞ്ഞു പോവുക. അങ്ങനെയുള്ള ആളുകളായിരുന്നു അവിടെ ആദ്യം. എന്നാൽ ജമാനെ ഖുദാ എന്ന് പറയുന്ന അദ്ദേഹം ഭരണാധികാരി ഇസ്ലാമിലേക്ക് വന്നതോടെ ആ സമൂഹം മുഴുവനും ഇസ്ലാമിലേക്ക് വന്നു. AD 850 ജമാനിയ സാമ്രാജ്യത്വത്തിന്റെ തലസ്ഥാനമായി ബുഖാറ മാറി. 1533 മുതൽ 50 വരെ ഭരിച്ചിരുന്ന അബ്ദുൽ അസീസ് ഖാൻ അദ്ദേഹം ലോകപ്രസിദ്ധമായ ഒരു ലൈബ്രറി ബുഖാറയിൽ സ്ഥാപിച്ചു. അന്ന് ലോകത്തെവിടെയും വിസ്തൃതമായ ലൈബ്രറികളില്ല. അങ്ങനെ നിരവധി വോള്യൂംസ് ഉള്ള ഗ്രന്ഥസമാഹാരങ്ങളോടെ ലോകപ്രസിദ്ധമായ ലൈബ്രറി ബുഖാറയിൽ നിലവന്നു. മഹല്ല് മദ്രസ സംവിധാനങ്ങൾ ബുഖാറയിൽ നിന്നാണ് ചരിത്രം കൂടുതൽ പരിചയപ്പെടുന്നത്. പ്രത്യേക പ്രവിശ്യകളിൽ മുസ്ലിങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ മഹല്ലുകളായി മതപാഠശാലകളായി ക്രമീകരിച്ചുകൊണ്ടുള്ള ബുഖാറ 1940കളിൽ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായി മാറി. 70 വർഷത്തിനു ശേഷം ബുഖാറ ഉസ്ബെക്കിസ്ഥാന്റെ ഭാഗമായി മാറി. ഇങ്ങനെ ഒരു പ്രാഥമിക ആമുഖമേ ഈ വിഷയത്തിന് ആവശ്യമുള്ളൂ. എന്നാൽ മൗസൂഅത്തുൽ മുദനിൽ അറബിയ്യത്തി വൽ ഇസ്ലാമിയ്യ എന്ന വിജ്ഞാനകോശത്തിൽ കാണുന്നത് ബുഖാറയെ ആദ്യമായി വിജയം വരിച്ച് കടന്നു വന്നത് അല അഹദി അമീറുൽ മുഅ്മിനീൻ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഹിജ്റ 54-ൽ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബുഖാറ ജയിച്ചടക്കി. അബ്ദുല്ലാഹി ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവാണ് അവിടേക്ക് പോയി വിജയം വരിച്ച മഹാൻ. പിന്നീട് ആ നാട്ടിലുള്ള ആളുകൾ ഉടമ്പടി ലംഘിക്കുന്നവരായി കണ്ടപ്പോൾ വലീദ് ഇബ്നു അബ്ദുൽ മലിക് അമവി ഭരണാധികാരിയായ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കാലത്ത് മുസ്ലിമീങ്ങളുടെ നിയമം അവിടെ കൃത്യമായി കൊണ്ടുവരികയും വബന മസ്ജിദൽ ജാമിഅ അവിടുത്തെ വിശ്വപ്രസിദ്ധമായ പള്ളി അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അമവിയ ഭരണാധികാരിയായിരുന്ന വലീദ് ഇബ്നു അബ്ദുൽ മലിക് ഏതായാലും AD 810 മുതൽ 870 വരെ ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിലൂടെയാണ് ലോകത്തേക്ക് ബുഖാറ എന്ന സ്ഥലം കടന്നു വരുന്നത്. അവിടെ ഒരുപാട് ചരിത്ര സ്മാരകങ്ങളുണ്ട്. അതെല്ലാം പറഞ്ഞാൽ നമ്മുടെ വിഷയം നീണ്ടുപോകും. ഒരു ഭാഗത്ത് ചെങ്കിസ് ഖാന്റെ പടയോട്ടത്തിന്റെ ചരിത്രം, മറുഭാഗത്ത് കല്യാൺ മിനാർ എന്ന് പറയുന്ന പ്രസിദ്ധമായ ചരിത്ര സ്മാരകത്തിന്റെ സാന്നിധ്യം. 1000 വർഷത്തിന്റെ ചരിത്രം പേറുന്ന നിരവധി സ്മാരകങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ കുറഞ്ഞ പട്ടണങ്ങളിൽ ഒന്നാണ് ബുഖാറ. 1924-ൽ ഉസ്ബെക്കിസ്ഥാൻ എന്ന സ്വതന്ത്ര റിപ്പബ്ലിക് നിലവിൽ വന്നപ്പോൾ ബുഖാറ അതിലേക്ക് ലയിക്കുകയും മുൻകാലങ്ങളിൽ പല സാമ്രാജ്യങ്ങളുടെയും തലസ്ഥാനമായും സ്വതന്ത്ര പ്രദേശമായും ഒക്കെ നിന്നിരുന്ന ബുഖാറ ഉസ്ബെക്കിസ്ഥാൻ റിപ്പബ്ലിക്കിന്റെ കീഴിലേക്ക് വരികയും ചെയ്തു. ആ സ്ഥലത്തു നിന്നാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ബുഖാറക്കാരൻ എന്ന് ചേർത്ത് പറയുന്ന ബുഖാരി എന്ന നാമകരണം വരുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇത് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു അതോറിറ്റി കൂടി അവിടെയുണ്ട്. ഞങ്ങൾ പഠിച്ചിരുന്ന കൊണ്ടോട്ടി ബുഖാരി ദഅവാ കോളേജ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്മാരകമായി ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാള് തങ്ങൾ സ്ഥാപിച്ചു തന്നതാണ്. അല്ലാഹു തആല മഹാനായ സയ്യിദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആ ഇമാം ബുഖാരിയിലേക്ക് ചേർത്തിട്ടാണ് എന്റെ പേരിന്റെ ഒക്കെ കൂടെ ബുഖാരി എന്ന് കാണുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാറൂഖ് ബുഖാരി എന്ന് പറയുമ്പോൾ തങ്ങളാകാൻ ശ്രമിച്ചോന്നാരും തെറ്റിദ്ധരിക്കേണ്ട. അത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തുള്ള ബുഖാരിയാണ് ദഅവാ കോളേജിൽ ഇറങ്ങുന്നവർക്ക് സനദായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ശരി, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹിജ്റ 194-ൽ ശഅബാൻ 13 വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലോകത്തേക്ക് ഉദയം ചെയ്യുകയാണ്. മനോഹരമായ ഒരു കുടുംബ പശ്ചാത്തലം, മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഒക്കെ ജീവിത വഴികളിൽ ചില ആളുകൾ മാത്രമേ നെഗറ്റീവ് സാഹചര്യങ്ങളിൽ നിന്ന് അധ്വാനിച്ച് ഇസ്ലാമിക ലോകത്തോ വൈജ്ഞാനിക ലോകത്തോ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഭൂരിപക്ഷം ആളുകളും അവരുടെ അറ്റ്മോസ്ഫിയർ, അവർ ജീവിച്ചിരുന്ന ചുറ്റുപാടുകൾ പണ്ഡിതോചിതമോ ആത്മീയമോ ആയ സാഹചര്യങ്ങളിൽ നിന്നാണ് ഒരുപാട് ആളുകളും മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ചില ആളുകൾ താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖനായ പണ്ഡിതൻ അടിമയായി ജീവിച്ചതാണ്, പക്ഷേ ഹറമിലെ ഉന്നതനായ പണ്ഡിതനായിരുന്നു. അതുപോലെ ചില ആളുകൾ കാണാം അടിമക്കമ്പോളത്തിനും താഴ്ന്ന തലങ്ങളിലും ഒക്കെ ജീവിച്ചിട്ട് നല്ല ചളിക്കുളത്തിൽ താമര പുഷ്പം പോലെ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് ശോഭനമായ ഭാവിയുള്ളവരുണ്ടാകാം. എന്നാൽ കൂടുതൽ ആളുകളും ചരിത്രത്തിന്റെ സൃഷ്ടിപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ മുഴുവനും ഉന്നതങ്ങളിൽ നിൽക്കുന്ന നേതാവ്. ജമീനോ സമാൻ തുമാരേ ലിയേ, ഹബീബായ നബിയെ കാലവും ഇടവും എല്ലാം തങ്ങൾക്ക് വേണ്ടിയാണ്. മക്കീനോ മക്കാൻ തുമാരേ ലിയേ, ചുനി ഓ ചുനാ തുമാരേ ലിയേ, ബനെ ദോ ജഹാ തുമാരേ ലിയേ.
തങ്ങൾക്ക് വേണ്ടിയാണ് ലോകം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കേവലം ഒരു അടിമക്കമ്പോളത്തിൽ നിന്ന് യാദൃച്ഛികമായി നേതാവായി വന്നാ പോരാ. അല്ലാഹു യഅലമു ഹൈസു യജ്അലു റിസാലതഹു, അല്ലാഹുവിനറിയാം സയ്യിദുർ റുസുൽ, പ്രവാചകന്മാരുടെ നേതാവിനെ, ലോകത്തിന്റെ നേതാവിനെ കാലത്തിന്റെ കൃത്യമായ വഴിയിലൂടെ സൂക്ഷിച്ച് ആറ്റുനോറ്റ് പോറ്റി കൃത്യമായി പരിലാളിച്ചിട്ടാണ് ഉദയം ചെയ്യേണ്ട ധന്യമായ മുഹൂർത്തത്തിൽ ലോകം മുഴുവനും ഇന്ന് വെളുപ്പിനെ ഒരു നക്ഷത്രം ഇവിടെ ലോകത്ത് ഉദിക്കാനുണ്ട് എന്ന് കാത്തിരിക്കുന്ന സമയത്ത് ഉദയം ചെയ്ത നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദേശം, ജന്മസമയം, ജന്മകാലം, ജന്മവീട്, ജന്മം നൽകിയ ഉമ്മ, ജന്മം നൽകിയ പിതാവ് എല്ലാം യാദൃച്ഛികതകളല്ല, അല്ലാഹുവിന്റെ കൃത്യമായ നിശ്ചയമാണ്. അതിപ്പോൾ നമ്മൾ അങ്ങോട്ട് കടന്നാൽ വിഷയം മാറിപ്പോകും. അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ താവഴികൾക്കും അങ്ങനെ ഒരു കൃത്യത നാം കാണേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ, അവിടുത്തെ കുടുംബം മുഴുവനും ഇന്നലെയിൽ ജീവിച്ചിരുന്ന സ്വാത്വികനായ ഒരു പിതാവിൽ നിന്ന് അല്ലാഹു തആല കേരളത്തിന് നൽകിയ ദാനമാണ്, സമ്മാനമാണ്. ഇന്നലകളിലേക്ക് നോക്കുമ്പോ ഇന്നിന്റെ പ്രഭാവത്തിന്റെ ഒരു ഹോംവർക്ക് ഇന്നലത്തെ ഉദ്ഘാടനം ഓർമ്മപ്പെടുത്തിയതുപോലെ അപ്പുറത്തെ മഹാന്മാരായ സയ്യിദുമാർ പ്രാർത്ഥന കൊണ്ട്, ആരാധന കൊണ്ട് ഇന്നലെ നിർവഹിച്ച പിതാവിന്റെ ദുആഇന്റെ പുലർച്ചയാണ് ഇന്ന് കാലഘട്ടത്തെ നയിക്കാൻ മഹാന്മാരായ സാദാത്തുക്കളുടെ ശൃംഖലയെ നമുക്ക് ലഭിച്ചത്. അല്ലാഹു അവരുടെ പദവി ഉയർത്തി അവരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുഹമ്മദ് എന്ന പേരുള്ള മഹാനവറുകൾ പിറന്നു വീഴുകയാണ്. മുഹമ്മദ് എന്ന പേര് വല്ലാത്തൊരു പേരാണ്. 20ഉം 10ഉം 20ഉം ഒക്കെ പരമ്പരകളുള്ള പേരുകൾ. ആ വിധേയത്തെ കുറിച്ച് മാത്രമുള്ള ഗ്രന്ഥങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനെ കുറിച്ച് മാത്രമുള്ള ഗ്രന്ഥങ്ങൾ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഹുജറാത്ത് വ്യാഖ്യാനം തിരൂര് വെച്ച് നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനെ കുറിച്ച് ഒരു ദിവസത്തിന്റെ സിംഹഭാഗമെങ്കിലും പറയണമെന്ന് വിചാരിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട മുഹമ്മദ് എന്ന് പറയുന്ന ബാലൻ, പ്രിയപ്പെട്ട ഇസ്മാഈൽ എന്ന് പറയുന്ന വർത്തക പ്രമുഖനും ഹദീസ് പണ്ഡിതനുമായ മഹാനായ ആ കാലഘട്ടത്തിലെ ഒരു ഹദീസ് പണ്ഡിതന്റെ മകനായിട്ടാണ് ജനിച്ചത്. ആ കാലഘട്ടത്തിൽ മഹാനവർകൾ നല്ല സമ്പന്നനാണ്, അതോടൊപ്പം തന്നെ നല്ല കച്ചവടക്കാരനാണ്, അതോടൊപ്പം തന്നെ വലിയ ഹദീസിന്റെ പണ്ഡിതനായിരുന്നു. പിതാമഹൻ മുഗീറ എന്നവർ ജഅഫി വംശജനായ യമാനുൽ മുൻദിരി എന്ന ആളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചതുകൊണ്ടാണ് അവരുടെ ഒക്കെ പേര് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയുമ്പോൾ ഉപയോഗിക്കുന്നത്. ഹദീസ് പണ്ഡിതനായ മഹാനവറുകൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. സാമ്പത്തികമായ ഉന്നതിയിൽ ജീവിക്കുമ്പോഴും ആത്മീയമായ ജീവിതത്തിൽ ഒരു വീഴ്ചയും വരുത്താതിരുന്ന മഹാനവറുകൾ അഹ്മദ് ബിൻ ഹഫ്സ് എന്ന് പറയുന്ന ശിഷ്യൻ പറയുകയാണ്, വഫാത്തിന്റെ സമയത്ത് അഥവാ ഇസ്മാഈൽ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അടുത്തുണ്ടായിരുന്നു. അത്യാവശ്യം ധനികനാണ്, അറിയപ്പെടുന്ന ആളാണ്, വർത്തക പ്രമുഖനാണ്, ഹദീസ് പണ്ഡിതനാണ്. അപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, ലാ അഅലമു മിൻ മാലി ദിർഹമൻ മിൻ ഹറാമിൻ വലാ ദിർഹമൻ മിൻ ശുബ്ഹ. പ്രിയപ്പെട്ട അരിമ സന്താനങ്ങളോട്, ശിഷ്യന്മാരോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഞാൻ നല്ല സാമ്പത്തിക കലവറകൾ കൈകാര്യം ചെയ്ത ആളാണ്, പക്ഷേ ലാ അഅലമു മിൻ മാലി ദിർഹമൻ മിൻ ഹറാം, ഹറാമിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും എന്റെ സ്വത്തിലില്ല. വലാ ദിർഹമൻ മിൻ ശുബ്ഹ, ഹറാമാണോ ഹലാലാണോ എന്ന് സംശയിക്കേണ്ടി വരുന്ന വിധത്തിലുള്ള സ്വത്തും എന്റെ കയ്യിലില്ല. 100% 22 ക്യാരറ്റ് അല്ലെങ്കിൽ കൃത്യമായി 100% സ്ഫുടം ചെയ്യപ്പെട്ട സമ്പത്തല്ലാതെ ഒന്നും എന്റെ കയ്യിലില്ല. പ്രിയപ്പെട്ടവരെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കേട്ടെഴുന്നേറ്റ് പോയാ പോരാ, അവരൊക്കെ ജീവിച്ചിരുന്ന കൃത്യമായ ജീവിത വഴികളെ പകർത്താനുള്ള ഒരു ഉണർത്തുപാട്ടായി ഇതിനെ സ്വീകരിക്കണം. ഇന്ന് ധനസമ്പാദനത്തിൽ നീതിബോധമില്ലാത്തവർ പലിശയാകട്ടെ, പിടിച്ചുപറിച്ചതാകട്ടെ, ഇഷ്ടമുള്ളതാകട്ടെ, ഇഷ്ടമില്ലാത്തതാകട്ടെ, എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്വത്തുവൽക്കരിക്കുക എന്ന ബോധത്തിലേക്ക് സമ്പാദ്യ സംസ്കാരവും സ്വഭാവവും വളർന്നു വരികയാണ്. അതിൽ നിന്ന് മാറിയിട്ട് അല്ലാഹു തആല നമുക്ക് ഹലാലായി അനുവദിച്ചു തന്നത് മാത്രമേ എടുത്തുകൂടൂ എന്ന കൃത്യമായ ബോധം നമുക്ക് വേണം.
പലിശ ഹറാമാണ് എന്ന് അറിയാത്തവർ ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മുസ്ലിങ്ങൾക്ക് പലിശ ഹറാമാണെന്ന് അറിയാത്തവര് അമുസ്ലിമുകൾ ചിലപ്പോൾ ഈ രാജ്യത്തുണ്ടാവൂല. പക്ഷേ മുസ്ലിം സമുദായം ഒരുപാട് ആളുകൾ ന്യായീകരണങ്ങളിലൂടെയോ അല്ലാതെയോ പലിശകളിലേക്ക് പെട്ടുപോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ പുണ്യരാവുകളിൽ അള്ളാഹുവിനോട് യാചിക്കുന്ന സമയത്ത് ദുആയിക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ കാരണമായി പലിശയുടെ ബന്ധങ്ങൾ വന്നുപോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലിശയുമായി ബന്ധപ്പെട്ടിട്ട് ഇരപകലുകൾ കിടന്ന് ആരാധന ചെയ്ത് ദുആ ചെയ്താൽ അള്ളാഹുവിന് അത്രയും അനിഷ്ടമായ കാര്യം നമ്മുടെ കയ്യിലുണ്ട്. ഹറമല്ലാഹുർ റിബാ, പലിശയെ അള്ളാഹു തആല ഹറാമാക്കി. ഇന്ന് ഒരുപാട് ഇടപാടുകൾ നമ്മുടെ ചെറുപ്പക്കാർ വന്ന് പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം ഹറാമുകളിലേക്ക് പോകുന്നവരുണ്ട്. മടങ്ങി വരണം സത്യത്തിന്റെ വഴിയിലേക്ക്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അവിടുന്ന് ജീവിതത്തിൽ കൃത്യമായ ഒരു മുതലാളിയുടെ നീതിബോധം പഠിപ്പിച്ചു തന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖുൽ കബീറിൽ പറയുന്നുണ്ട്, അതാ സ്വീകാര്യോഗ്യരായ ഹദീസ് പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു പ്രിയപ്പെട്ട എന്റെ ഉപ്പ വാലിദുൽ ബുഖാരി. ഹമ്മാദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരുപാട് നിവേദനങ്ങൾ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ്. മാത്രമല്ല ഇറാഖി പണ്ഡിതന്മാർ വളരെ പ്രാധാന്യത്തോടെ ഉസ്ബക്കുകാരനായ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് പവിത്രമായ ഹദീസിന്റെ പരമ്പരകൾ സ്വീകരിക്കാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ചരിത്രപരമായ ഒരു വഴിമാറ്റം ഇവിടെ നാം വായിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ചരിത്രം മുഴുവനും നിറഞ്ഞു കിടക്കുന്ന അറബ് രാജ്യങ്ങൾ, ആ അറബ് രാജ്യങ്ങളിലല്ല നമ്മൾ ഇന്നു മുതൽ തുടങ്ങുന്ന 6 ഹദീസിന്റെ പണ്ഡിതന്മാരുടെയും ജീവിതം. അവരാരും അറബ് രാജ്യക്കാരല്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ കൂടെ പോയി അവിടെ ബുക്ക് സ്റ്റാളുകളിൽ ചരിത്ര ഗ്രന്ഥങ്ങൾ വാങ്ങാൻ കയറിയ ഉസ്താദുമാരെന്നോട് പറഞ്ഞു, അവിടുത്തെ ഉസ്ബക്ക് ഭാഷയിലാണ് കൂടുതൽ രചനകൾ. നമുക്ക് അറബിയിൽ വളരെ കുറച്ചു ഗ്രന്ഥങ്ങളെ കിട്ടാനുള്ളൂ, അതുകൊണ്ടാണ് വാങ്ങിക്കൊണ്ടുവരാൻ പറ്റാത്തത്. അപ്പോൾ അറബ് കുലപതികൾ മുഴുവനും ഒരു ഭാഗത്ത് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ നിയോഗം അറബികളുടേതല്ലാത്ത അജമകളിൽ നിന്ന് ഒരാളെ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസായി നിശ്ചയിക്കുന്നു. അള്ളാഹുവിന്റെ നിർണയത്തിന്റെ രഹസ്യങ്ങളെല്ലാം നമുക്കറിയില്ല. പക്ഷേ അറബ് ലോകത്ത് മദീനയിൽ പണ്ഡിതന്മാരുണ്ട്, മക്കയിൽ പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് പണ്ഡിതന്മാർ അറബ് രാജ്യങ്ങൾ മുഴുവനും കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഹദീസിന്റെ മുഴുവൻ അതോറിറ്റിയുടെയും അഗ്രസ്ഥാനത്ത് നിൽക്കാൻ അജമികളിൽപ്പെട്ട ഒരു മഹാൻ, അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. കണ്ടില്ലേ, അറബികൾ വിജ്ഞാന കേന്ദ്രങ്ങളായിരുന്നെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് സേവനത്തിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നത് അജമുകളായ ആളുകളാണ്. പിൽക്കാലത്ത് പ്രസിദ്ധീകരണം സഹീഹുൽ ബുഖാരിയുടെ പ്രിന്റ് ചെയ്യുന്ന കേന്ദ്രങ്ങളുടെ ലിസ്റ്റിൽ മിക്കപ്പോഴും ഇന്ത്യയാണ് ആദ്യം കാണാൻ കഴിയുന്നത്. ഉത്തരേന്ത്യയിൽ നിന്ന് ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ രചിക്കുകയും അതുപോലെ തന്നെ ലോകവ്യാപകമായി അത് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടൊന്നും ഇപ്പൊ തൽക്കാലം കടക്കുന്നില്ല. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഇസ്മാഈൽ എന്നവരെ കുറിച്ച് സിയർ അഅ്ലാമിൻ നുബലയിൽ പറയുകയാണ്, ഹമ്മാദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു കണ്ടിട്ടുള്ള മഹാൻ ഖദ് സാഫഹ ഇബ്നുൽ മുബാറക് ബികിൽതാ യദൈഹി. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ 2 കൈ കൊണ്ടും മുസാഫഹത്ത് ചെയ്ത മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ. അങ്ങനെയുള്ള ഒരു പിതാവിന്റെ മകനായി ജനിച്ചു ബഹുമാനപ്പെട്ട മുഹമ്മദ് റളിയല്ലാഹു അൻഹു. ഇനി അങ്ങോട്ട് വിശാലമായി നമുക്ക് വരാം. ആ കുട്ടി ജനിച്ചെങ്കിലും ഉസ്താദിന്റെ സ്ഥാനത്ത് നിന്ന് ശിക്ഷണം നൽകേണ്ട പ്രിയപ്പെട്ട പിതാവിന്റെ പരിലാളന ഏറ്റുവാങ്ങാൻ ഭാഗ്യമുണ്ടായില്ല. ഓർമ്മ വെക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് ലോകത്തോട് യാത്ര പറഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് കുഞ്ഞു ബാലനെ പരിലാളിച്ച് വളർത്തേണ്ട പ്രിയപ്പെട്ട ഉമ്മ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മാതാവ് പരിലാളന നടത്തുമ്പോ മകന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി. ഒരു ചികിത്സയ്ക്കും ഫലമില്ല. അവസാനമെല്ലാം മുറിഞ്ഞാൽ എല്ലാത്തിന്റെയും അധികാരമുള്ള അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ട് ചേരുക. പ്രാർത്ഥനയിലായി മാതാവ് കഴിഞ്ഞുകൂടി. എന്റെ അരിമ സന്താനം ആറ്റുനോറ്റ് പോറ്റി വളർത്തി ലോകത്തിന് സമ്മാനമായി നൽകേണ്ട എന്റെ പൊന്നുമോ. ഇന്നലെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നോന്നറിയില്ല, ലോകത്തുള്ള മഹാന്മാരെ മുഴുവൻ രൂപീകരിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് മാതാക്കൾക്കാണ്. ഇമാം ബുഖാരിയിലും അത് ആവർത്തിക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മാതാവ് പരിലാളിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ മകന്റെ കാഴ്ച നീ തിരിച്ചു കൊടുക്കണേ. പ്രാർത്ഥനയിൽ കണ്ണുനീരോടെ അല്ലാഹുവിനോട് യാചിച്ചു കൊണ്ടിരുന്നപ്പോ ഫറഅത് വാലിദതുൽ ഖലീല ഇബ്രാഹിം അലൈഹിസ്സലാം ഫിൽ മനാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്വപ്നത്തിൽ കണ്ടു. ആ സ്വപ്നത്തിൽ കാണുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ഹാദിഹി,
ഓ പ്രിയപ്പെട്ട ഭവതി, ഖദ് റദ്ദല്ലാഹു അലാ ബനിക ബസറഹു ബികസറതി ദുആഇക, നിങ്ങളുടെ ദുആഇന്റെ ആധിക്യം കൊണ്ട് അല്ലാഹു തആല നിങ്ങളുടെ പൊന്നുമോന്റെ കാഴ്ച തിരിച്ചു നൽകിയിരിക്കുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഖദ് റദ്ദല്ലാഹു അലൈഹി ബസറഹു, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ എന്ന അരിമ സന്താനത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനാ നഗരിയിൽ നിന്ന് ഞാനിത് പറയുമ്പോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഒരുപാട് ചരിത്ര അനുഭവങ്ങൾ ഉണ്ടാകാം. ജനലക്ഷങ്ങൾ കൂടുന്ന മജ്‌ലിസിൽ നിന്ന് മഹാനായ സയ്യിദ് അവറുകളുടെ അധരത്തിലൂടെ നമ്മുടെ പരാതികൾ അല്ലാഹുവിലേക്ക് സമർപ്പിക്കുമ്പോ രോഗം മാറിയവരുണ്ട്, വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്, അതുപോലെ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു ലഭിച്ചവരുണ്ട്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുകയാണ്, മോളെ ഖദ് റദ്ദല്ലാഹു അലാ ബനിക ബസറഹു, പ്രിയപ്പെട്ട മോളെ നിങ്ങളുടെ മകന് കാഴ്ച തിരിച്ചു നൽകിയിരിക്കുന്നു. ഇന്ന് ചില ആളുകൾക്ക് സ്വപ്നം കണ്ടുകൂടാ എന്നൊരു വാദമുണ്ട്. അതെവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. മുൻഗാമികളെല്ലാം ഹബീബിനെയും പണ്ഡിതന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ കണ്ടതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. തൽക്കാലം ഞാൻ അങ്ങോട്ട് പോവുകയല്ല. സിയറു അലാമിൻ നുബലയിൽ കാണാം, താരീഖ് ബഗ്ദാദിൽ കാണാം, ഇമാം ലാലക്കായി രേഖപ്പെടുത്തിയത് കാണാം. ഇതുപോലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര രചന നടത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും എഴുതുന്നു, പ്രിയപ്പെട്ട മാതാവിന്റെ ദുആ കൊണ്ട് അല്ലാഹു തആല കാഴ്ച നൽകിയതാ. ബഹുമാനപ്പെട്ടവരോ, കാണാൻ വലിയ ശാരീരികമായ ഘടനയൊന്നുമില്ല. ഇബ്നു അദി അൻ ഇബ്നുൽ ഹസൻ ഹുസൈൻ ഇബ്നുൽ ബസ്സാർ നിന്ന് നിവേദനം ചെയ്യുകയാണ്, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ശൈഖൻ നഹീഫൽ ജിസ്മി ലൈസ ബിത്വീൽ വലാ ബിൽ ഖസീർ, അധികം നീളമില്ല, അധികം നീളം കുറഞ്ഞ ആളുമല്ല, വലിയ വണ്ണമില്ല, അങ്ങനെ കാണാൻ മിതഭാവമുള്ള ആളായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സാഹചര്യങ്ങൾ മുഴുവനും വിജ്ഞാനപരമാണ്. കുടുംബം മുഴുവനും വിജ്ഞാന നിർഭരമാണ്. ആനുകാലിക രക്ഷിതാക്കളോട് പറയട്ടെ, ബഹുമാനപ്പെട്ട തങ്ങളവറുകളോട് അടക്കം നിങ്ങൾ വന്നിട്ട് മക്കളെ ഒന്ന് സ്വാലിഹാകാൻ ദുആ ഇറക്കണമെന്ന് പറയും. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു ദൗത്യമുണ്ട്. എന്റെ മകൻ സ്വാലിഹാകാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ടാകണം. എന്നാലല്ലേ മക്കള് നന്നായി വരികയുള്ളൂ. ആദ്യം തന്നെ വാനലോകത്ത് നിന്നിറങ്ങുന്ന കേബിളങ്ങ് ഡിസ്കണക്ട് ചെയ്യണം. അതുവഴി നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് തെളിയുന്ന ഹീനചിത്രങ്ങൾ മാറ്റിവെക്കണം. അങ്ങനെ എന്റെ മകൻ നന്നാവണം, എന്റെ മകൻ നന്നാവണം, നല്ല മോനാകണം, ഹാഫിളാകണം, ആലിമാകണം എന്നൊക്കെ സ്വപ്നം വെച്ച് ദുആ ചെയ്യാൻ വരുന്ന രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് സ്വാലിഹായി ജീവിക്കാൻ പറ്റുന്ന ചുറ്റുപാട് വീട്ടിലുണ്ടോ? വീട്ടിലുണ്ടെങ്കിലല്ലേ അവർക്ക് നന്നാവാൻ പറ്റൂ. പ്രാർത്ഥന പ്രവൃത്തിയോടൊപ്പം വരുമ്പോഴേ അതിന്റെ ഫലത്തിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കനുസൃതമായ ക്രമീകരണം നമ്മളിൽ ഉണ്ടാകണം. എന്നാലേ പറ്റൂ. വിവാഹം കഴിക്കാതെ സന്താനം ഉണ്ടാകണമെന്ന് ദ്വാരത്ത് നടന്നിട്ട് കാര്യമില്ലല്ലോ. എന്നതുപോലെ അത് പുലരാൻ പറ്റുന്ന വഴികളിലേക്ക് നാം ചേർന്ന് നിൽക്കണം. അപ്പൊ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകണമെങ്കിൽ സ്വാലിഹായ ഒരു മോന് വളരാൻ പറ്റുന്ന വീടിലെ ചുറ്റുപാടുണ്ടാകണം. എന്നാലേ അവർ വളർന്നു. ചില ആളുകളൊക്കെ ഉണ്ട്, കുട്ടി ജനിക്കാൻ നേരവും കുട്ടി ജനിച്ച് ഉടനെയൊക്കെ എന്റെ മകന് ഹാഫിളാവണോ ആലിമാണോ എന്നൊക്കെ പറയും. SSLCക്ക് നല്ല മാർക്ക് വാങ്ങി ഹൈ ഡിസ്റ്റിങ്ഷൻ മാർക്ക് ഓർ ഹൈ ഗ്രേഡ് വാങ്ങുമ്പോൾ പറയും, എന്റെ മോനിപ്പം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകും. അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അങ്ങനെയൊന്നും പഠിച്ചുകൂടാന്നല്ല. ഇപ്പൊ ഈ സ്ഥാപനത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിന്റെ സന്തതിയാണ്. ഒരു മുത്തഅല്ലിമായി ജീവിച്ച് അതോടൊപ്പം മെഡിസിൻ എൻട്രൻസ് എഴുതിയിട്ട് പാസ്സായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആഷിഖ് എന്ന വിദ്യാർത്ഥി പഠിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ആത്മീയ മേഖലയിൽ നിന്ന് ഭൗതികത പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടതല്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന ചുറ്റുപാടുകൾ മുഴുവനും ദീനിയായ ചുറ്റുപാടുകളാണ്.
ചെറുപ്പത്തിലെ ഉമ്മമാര് ചെയ്യേണ്ട ദൗത്യം എന്താണ്? അവർക്ക് ആത്മീയമായി പഠിച്ചു വളരാനുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഉസ്താദിന്റെ പരിചരണത്തിലേക്ക് കൊണ്ടുവരണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദുൽ മുസ്നദി, മുഹമ്മദ് ഇബ്നു സലാം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം അശ്ശൈഖ്, മുഹമ്മദ് ഇബ്നു യൂസുഫ് തുടങ്ങിയ മഹാന്മാരായ ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതന്മാരുടെ ശിക്ഷണത്തിലാണ് ഇമാം ബുഖാരി അഥവാ മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ റളിയല്ലാഹു അൻഹു വളരുന്നത്. കാലം കാത്തിരിക്കുന്ന പ്രതിഭകൾ സാധാരണ കാല് വെക്കും പോലെ വെച്ചാ പോരാ, അവർ ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കണം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, 7-ാം വയസ്സിൽ ഖുർആൻ മനപ്പാഠമാണ്, 10-ാം വയസ്സിൽ 10,000 ഹദീസ് മെമ്മറൈസ് ചെയ്ത ആളാണ്. അതുപോലെ കാലം കാത്തിരിക്കുന്ന പ്രതിഭകൾ സാധാരണ സ്വഭാവമല്ല കാണിക്കുക, അസാധാരണമായ വളർച്ചയാണ് കാണിക്കുന്നത്. 10-ാം വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. 10-ാം വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കിയ മഹാൻ പറയാണ്, ഉൽഹിംതു ഹിഫ്ളൽ ഹദീസ്. ഞാൻ പ്രാഥമിക ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഖുർആനിന്റെ വ്യാഖ്യാനമായ ഹദീസിനെ ഏറ്റെടുക്കാൻ എന്റെ മനസ്സിലേക്ക് വിചാരം ഉത്ഭവിച്ചു. അപ്പൊ കേട്ട ആളുകൾ ചോദിക്കാണ്, ആ സമയത്ത് എത്ര വയസ്സുണ്ടായിരുന്നു? 10 വയസ്സ് പോലും എത്തുന്നതിന് മുമ്പ് എന്റെ മനസ്സിൽ ഉദിച്ചു, റസൂലുള്ളാഹിന്റെ ഹദീസ് ഏറ്റുവാങ്ങണം, അത് പഠിക്കണം, അതിന് സേവനം ചെയ്യണം. അങ്ങനെ ചെറുപ്പത്തിലെ തന്നെ റസൂലുള്ളാഹിന്റെ ഹദീസുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ പോവുകയാണ്. ആ ഹദീസിന്റെ വലിയ പണ്ഡിതന്മാരുള്ള ദർസിൽ പോയിരുന്ന് ഫാസ്റ്റ് മെമ്മറിയുള്ള മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. നേരത്തെ പറഞ്ഞില്ലേ, ഇമാം സുഹരി റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? അവരുടെ എല്ലാവരുടെയും മെമ്മറി വലിയ മെമ്മറിയായിരുന്നു, ഓർമ്മശക്തിയായിരുന്നു. ഇമാം സുഹരിയോ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ചെവിയിൽ തുണി തിരുകിയിട്ടാണ് ഇമാം സുഹരി ഇറങ്ങുക. കാരണം വഴിയിൽ നിന്ന് കേൾക്കുന്നതൊക്കെ ഓർത്തു പോകുമോ എന്ന പേടിയാണ്. കാരണം എന്താ, ഓർമ്മയൊന്നും മായൂല, അതാണ് അവരുടെ രോഗം. നമുക്കുള്ള രോഗം ഓർക്കാൻ കഴിയില്ല എന്നുള്ളത്. നേരെ എതിരാണ് ഇമാമികളുടെ രോഗം. ഇമാം സുഹരി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുണി എടുത്തിട്ട് തിരികെ ചെവിട്ടിൽ വെക്കും, ചെവിയിൽ വെക്കും. കാരണം എന്താ, ഞാൻ റസൂലുള്ളാഹിന്റെ ഹദീസ് ഓർമ്മിക്കുന്ന ആളാ, ഖുർആൻ ഓർമ്മിക്കുന്ന ആളാ. എന്റെ ഈ ഓർമ്മയിൽ വഴി നിൽക്കുന്ന പാട്ടും ശബ്ദവും ഒന്നും കിടന്നു പോകണ്ട. അങ്ങനെ സൂക്ഷിച്ചു മഹാനവർ. അതുപോലെയാണ് മഹാന്മാരുടെ കാലഘട്ടത്തിലെ ഒരുപാട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മശായിഖുമാരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറെ പേരെ പറയാം. ഇപ്പൊ തൽക്കാലം നമുക്ക് കടന്നു പോകാം. അങ്ങനെ ഒരു ദിവസം വരുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ദാഖിലിയുടെ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് പഠിക്കുകയാണ്. അങ്ങനെ വായിക്കുമ്പോഴാണ് സുഫിയാൻ അൻ അബി സുബൈർ അൻ ഇബ്രാഹിമ فقلت له يا أبا فلان إن أبا الزبير لم يروي عن إبراهيم. ഉസ്താദ് ഇങ്ങനെ ഹദീസ് വായിക്കുകയാണ്. സുഫിയാൻ എന്നവർ അൻ അബി സുബൈർ, അബു സുബൈറിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അൻ ഇബ്രാഹിമ, ഇബ്രാഹിം എന്ന ആളിൽ നിന്ന് അബു സുബൈർ എന്ന ആൾ ഉദ്ധരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഉസ്താദ് ഇങ്ങനെ ഹദീസ് വായിച്ചു കൊടുക്കുമ്പോ 10 വയസ്സുള്ള കുട്ടി, ഹദീസിന്റെ ദർസിലിരിക്കുന്ന ചെറിയ മോനാണ്, വിളിച്ചു പറയുന്നു, യാ അബാ ഫുലാൻ, ഓ പ്രിയപ്പെട്ട ഉസ്താദേ, ഇന്ന അബു സുബൈർ, അബു സുബൈർ എന്ന ആള് ലം യർവി അൻ ഇബ്രാഹിമ, ഇബ്രാഹിമിൽ നിന്ന് നിവേദനം ചെയ്തിട്ടില്ലല്ലോ. കാരണം ഇമാം ബുഖാരിക്ക് അറിയാം ഓരോരുത്തരുടെയും കാലം, ലീനേജ് മുഴുവനും അറിയാം, അവരുടെ പാരമ്പര്യം മുഴുവനും അറിയാം, അവരുടെ ചരിത്രം മുഴുവനും അറിയാം. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലല്ലോ. അപ്പോൾ ഉസ്താദ് അവറുകൾ പറഞ്ഞു, എല്ലല്ലോ. അവിടുന്ന് സംശയം പ്രകടിപ്പിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു, ഇർജിഇ ഇലൽ അസ്ലി ഇൻ കാന ഇൻദക, ഇതിന്റെ പ്രമാണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കേ, അതിൽ നിങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് എങ്ങനെയാണെന്നൊന്ന് പരിശോധിച്ചു നോക്കൂ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുമ്പോ, അന്നത്തെ പണ്ഡിതന്മാർ മാത്രമല്ല ഇന്നത്തെയും സാത്വികരായ പണ്ഡിതന്മാർക്ക് വിജ്ഞാനത്തിന്റെ വിഷയത്തിൽ അങ്ങനെ ജാടകളൊന്നുമില്ല. അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ജീവിക്കുന്നവരാണ്.
അതുകൊണ്ട് അവരുടെ പദവിക്ക് കുറവ് വന്നിട്ടില്ല. ഇമാം ബുഖാരി എന്ന ശിഷ്യൻ അവിടെ ഇരുന്ന് പറഞ്ഞപ്പോ ഉസ്താദ് നോക്കുകയാണ്. കിതാബ് എടുത്തു നോക്കുമ്പോൾ فدخل ونظر فيه ثم خرج فقال لي كيف هو يا غلام. ഉടനെ ബഹുമാനപ്പെട്ടവര് ചോദിക്കുകയാണ്, റൂമിൽ നിന്ന് കിതാബ് എടുത്ത് നോക്കി ഇറങ്ങിയിട്ട് കുട്ടിയോട് ചോദിക്കുകയാണ്, മോനെ നീ പറഞ്ഞല്ലോ അബൂ സുബൈർ ഇബ്രാഹിമിൽ നിന്ന് നിവേദനം ചെയ്തിട്ടില്ലെന്ന്, എന്നാൽ നിവേദന പരമ്പര എങ്ങനെയായിരിക്കും? ഉടനെ ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ഹുവ സുബൈർ ബിൻ അദി അൻ ഇബ്രാഹിമ, ഇബ്രാഹിമിൽ നിന്ന് സുബൈർ ബിൻ അദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അല്ലാതെ അബൂ സുബൈർ റിപ്പോർട്ട് ചെയ്ത ഹദീസല്ല. ചെറിയൊരു വ്യത്യാസമല്ലേ ഉള്ളൂ. സ്വാഭാവികമായും വരാവുന്ന വായനാ മാറ്റമാണ്. പക്ഷേ അത്ര കൃത്യമാണ്, അത്രയും മൈക്രോ ലെവൽ ചിന്തയാണ്, ഓർമ്മയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾക്കുള്ളത്. ഉടനെ ഉസ്താദ് പറയുകയാണ്, സ്വദഖത, മോനെ മോൻ പറഞ്ഞത് ശരിയാണ്. ഈ സംഭവം ഇങ്ങനെ വിവരിക്കുന്ന സമയത്ത് ചോദിക്കുകയാണ്, ഇബ്നു കം കുന്തൈൻ റദത അലൈഹി, ഇങ്ങനെ ഉസ്താദിനോട് ഹദീസിന്റെ പരമ്പര ക്രമീകരിച്ചു കൊടുക്കുന്ന സമയത്ത് എത്ര വയസ്സുണ്ടായിരുന്നു മുഹമ്മദ് ബിൻ ഇസ്മാഈൽ? എത്ര വയസ്സുള്ളപ്പോഴായി സംഭവം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളോട് ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, 11 വയസ്സേ ഉള്ളൂ. ആ 11 വയസ്സുള്ളപ്പോഴാണ് ഹദീസ് പണ്ഡിതന്മാരുടെ സദസ്സിൽ ഇരുന്ന് പരമ്പര വിജ്ഞാനം അവിടുന്ന് കൃത്യമായും അതിന്റെ പാരമ്പര്യം വിശദീകരിച്ചു കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ടവർ മുഴുവനും പിന്നീട് അവിടുത്തെ ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ ഇൽമിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു വെക്കുകയാണ്. അല്ലാഹു തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അയാൾക്ക് നൽകുന്നത് പണമല്ല. നമ്മളിങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി, ഞാൻ മോലാളിയായി പോയ അള്ളാന്റെ അനുഗ്രഹം കിട്ടിയ ആളായി. ഇല്ലാ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു തആല ഒരാൾക്ക് നന്മ നൽകിയിട്ടുണ്ട് എന്നതിന്റെ എവിഡൻസ് അയാൾക്ക് ഇൽമു കിട്ടുന്നു, ഉഖറവിയായ ഇൽമിന്റെ ആളാകുന്നു എന്നതാണ്. അല്ലാതെ പണം, ഇവിടെ അബ്കാരി കോൺട്രാക്ടർമാർക്ക് പണമുണ്ട്, ഇവിടുത്തെ പലിശ കമ്പനിക്കാരന് പണമുണ്ട്, അവൻ കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്, വെപ്പാട്ടികളെ വെച്ചാണ് കഴിയുന്നത്. പക്ഷേ കൃത്യമായി ജമാഅത്തായി 5 നേരം നിസ്കരിക്കുന്ന കാക്കാക്ക് കിടക്കാൻ വീട് പോലും ഇല്ല. അതിന്റെ അർത്ഥം ഈ കാക്കാനോട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലെന്നും ആ കുടിയനോട് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടെന്നുമല്ല. അല്ലാഹു തആല ഒരാളെ ഇഷ്ടപ്പെടുന്നതിന്റെ മാനദണ്ഡം ഈ ലോകത്തെ പണം ലഭിക്കലല്ല, അധികാരം ലഭിക്കലല്ല, കെട്ടിടം ഉണ്ടാകലല്ല, കൊട്ടാരമുണ്ടാകലല്ല, സേവകർ ഉണ്ടാകലല്ല, അല്ലാഹുവിന്റെ നൂറിൽ നിന്നുള്ള ഇൽമു ലഭിക്കലാണ്. അല്ലാഹുമ്മ ജഅൽനാ മിനസ് സ്വാലിഹീൻ വജഅൽനാ മിനൽ മുതഅല്ലിമീൻ അൽ മുത്തഖീൻ. അല്ലാഹുവേ, അങ്ങനെ ഉഖറവിയായ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണം റഹ്മാനേ. നിന്റെ ശരിയായ ഉലമാക്കൾക്ക് നീ നൽകിയ ഇൽമിന്റെ പിന്മുറയായി ഞങ്ങളെ ഉഖറവിയായ മുതഅല്ലിമീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുതഅല്ലിമുകളെയും ഉൾപ്പെടുത്തണം റഹ്മാനേ. ബിനൂരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുകൾ പിന്നെ ഇറങ്ങി, വിജ്ഞാനത്തിന്റെ ജീവിതമാണ്, പിന്നെ ലോകം മുഴുവനും ചുറ്റുകയാണ്. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ട്രാൻസ്പോർട്ടിംഗ് സംവിധാനങ്ങളില്ല. ഞാൻ ഇങ്ങനെ ഇത് വായിക്കുമ്പോ ബോംബെക്കാരനായ ഇംഗ്ലീഷ് ഉറുദു മൾട്ടി റിലീജിയസ് പരിപാടി നടത്തുന്ന ആള് ഇമാം ബുഖാരി തങ്ങളുടെ ചരിത്രം വായിച്ചിട്ടില്ലേ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതാ 15-ാം വയസ്സായപ്പോ ഇമാം ബുഖാരി തങ്ങൾ ഇറങ്ങി. പിന്നെ ഓരോ പട്ടണങ്ങളിലേക്കും ചുറ്റാൻ തുടങ്ങി. ഹദീസ് തേടിയുള്ള യാത്രയാണ്. ഒരു ഹദീസ് അവിടെയുണ്ടെന്നറിഞ്ഞാൽ അവിടേക്ക് യാത്ര ചെയ്തു പോയി, ഒരു ഹദീസ് ഇവിടെയുണ്ടെന്നറിഞ്ഞാൽ അവിടേക്ക് യാത്ര ചെയ്തു പോയി. കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഈ സേവനം വായിക്കുമ്പോ ഇതിനേക്കാൾ വലിയ സേവനം ചെയ്ത ഇതേ ബഹുമാനപ്പെട്ടവർ മദ്ഹബായി സ്വീകരിച്ച ശാഫി ഇമാം തങ്ങൾ മുമ്പൊരു യാത്രക്കിടയിൽ ഞാനൊരു വഹാബിയുമായി സംസാരിക്കാനിടയായി. ട്രെയിനിൽ സുബഹി നിസ്കരിക്കുന്ന സമയമാണ്. മദ്ഹബിന്റെ അനിവാര്യത എന്ന സീഡിയിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോവല്ല. അപ്പൊ അദ്ദേഹം പറയാണ്, ഇമാം ഷാഫിക്ക് ഇമാം ബുഖാരിയോളം ഹദീസ് കിട്ടിയിട്ടില്ല. കുറച്ചു കാലം ഈജിപ്തിൽ നിന്നപ്പോ 5-6 ഹദീസ്
ഹദീസ് കിട്ടി. പിന്നെ ബഗ്ദാദിൽ പോയപ്പോൾ വേറെ കുറെ കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബഗ്ദാദിൽ ചെന്നപ്പോൾ കുറച്ചങ്ങ് തിരുത്തിയും കളഞ്ഞു. അങ്ങനെയുള്ള ഷാഫിയുടെ കിതാബാണോ വായിക്കുന്നത്? ബുഖാരിയുടെ കിതാബ് വായിക്കണ്ടേ? ഈ ജഹാലത്താണ് വഹാബിസം പഠിപ്പിച്ചത്. ഈ ജഹാലത്താണ് ജമാഅത്തെ ഇസ്ലാമിക്കാര് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വരൂ, ഇമാമുന ശാഫിഈ തങ്ങളെ ഇമാമായി സ്വീകരിച്ച മഹാനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്വതന്ത്ര മുജ്തഹിദിലേക്ക് യോഗ്യനായ ആളായിരുന്നെങ്കിലും സ്വന്തം ഉസൂൽ ഉണ്ടാക്കുകയോ സ്വതന്ത്ര മുജ്തഹിദായി നിലകൊള്ളുകയോ ചെയ്തിട്ടില്ല എന്നാണ് ചരിത്രം മുഴുവനും പറയുന്നത്. ഇമാമുൽ ബുഖാരി അക്കാലത്ത് ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് സംവിധാനമില്ല, ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് ഇല്ല, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഇല്ല. അക്കാലഘട്ടത്തിലാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലോകം മുഴുവനും സഞ്ചരിക്കുകയാണ്. അതാ നേരെ പോയി ഹിജാസിലേക്ക് പോയി. ഹിജാസിൽ പോയി 6 കൊല്ലം അവിടെ നിൽക്കുകയാണ്. മക്കയും മദീനയും പരിസര പ്രദേശങ്ങളുമായി മഹാനവറുകൾ അതിന്റെ ഇടയിലേക്ക് നൈസാബൂരിൽ പോയി. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഓരോ 15 വയസ്സുകാരൻ യാത്ര തുടങ്ങിയതാണ്. ആ യാത്രക്കിടയിൽ ഓരോ നാട്ടിലും ചെല്ലുമ്പോഴേക്ക് ഇമാം ബുഖാരി തങ്ങളുടെ പേര് വ്യാപകമായി പോയി. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ ഖദിമ മുഹമ്മദ് ബിൻ ഇസ്മാഈൽ നൈസാബൂർ പ്രദേശത്തേക്ക് മുഹമ്മദ് ബിൻ ഇസ്മാഈൽ എന്ന ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ വന്നപ്പോ മാ റഅയ്തു വാലിയൻ വലാ ആലിമൻ ഫഅല ബിഹി അഹ്ലു നൈസാബൂർ മാ ഫഅലു ബിഹി ഇസ്തഖബലൂഹു മിൻ മർഹലതൈൻ മിനൽ ബലദി ഔ സലാസ്. ചെറിയ പ്രായക്കാരനായ മുഹമ്മദ് ബിൻ ഇസ്മാഈൽ എന്ന ഇമാം ബുഖാരി തങ്ങൾ നൈസാബൂർ ദേശത്തേക്ക് വന്നപ്പോ മാ റഅയ്തു വാലിയൻ, ഒരു ഭരണാധികാരിയെയും ഞാൻ കണ്ടില്ല, വലാ ആലിമൻ, ഒരു പണ്ഡിതനെയും ഞാൻ കണ്ടില്ല, ഫഅല ബിഹി അഹ്ലു നൈസാബൂർ, നൈസാബൂർകാരായ ആളുകൾ ഒരു പണ്ഡിതനെയും ഒരു ഭരണാധികാരിയെയും ഇതുപോലെ ആദരിച്ചിട്ടില്ല. മാ ഫഅലു ബിഹി, ഇമാം ബുഖാരിക്ക് അവർ ആദരവ് നൽകിയതുപോലെ ഇസ്തഖബലൂഹു മിൻ മർഹലതൈൻ, 2 മർഹല ദൂരെ പോയിട്ടാണ് ഇമാം ബുഖാരി തങ്ങളെ അവർ കൂട്ടിക്കൊണ്ടുവന്നത്. 2 മർഹല എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പൂർണ്ണമായും യാത്ര ചെയ്യേണ്ട ദൂരത്തിനാണ് ഒരു മർഹല എന്ന് പറയുന്നത്. അങ്ങനെ 2 മർഹല ദൂരെ പോയി, ഔ സലാസ്, അല്ലെങ്കിൽ 3 മർഹല ദൂരെ പോയിട്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അതാ മുഹമ്മദ് ബിൻ ഇസ്മാഈൽ എന്ന കൊച്ചു മോനാണ് ചരിത്രം കൊണ്ട് പറഞ്ഞാൽ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ഹദീസിനെ ഏറ്റുവാങ്ങി ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെയും മനസ്സിൽ ഇടം നേടിയ മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബുഖാരി മഹാനവറുകളെ സ്വീകരിക്കുന്നു. കാരണം എന്തേ? ആരുടെ ഹദീസാണ് മെമ്മറിയിലുള്ളത്? ഫരിഷ്തേ ഖദം റസൂലേ ഹശം തമാമേ ഉമം ഉലാമേ കറം വജൂദോ അദം ഹുദൂസോ ഖദം ജഹാമേ യാ തുമാരേ കാലത്തിന്റെ ഗതിവിഗതികളിൽ, മാറ്റത്തിന്റെ മർമ്മരങ്ങളിൽ, ലോകത്തിന്റെ സ്ഥിതിഗതികളിൽ നിർണായകമായ പങ്കുകൊണ്ട് മാനവികതയെ മാടി വിളിച്ച് സ്നേഹപ്രപഞ്ചത്തിന്റെ വരിഷ്ഠ ലോകത്തേക്ക് ആലിംഗനം ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്ന പുണ്യഗുരുവിന്റെ ഇരപകലുകളെയാണ് ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയിട്ട് മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുന്നത്. എനിക്ക് പറയാനുള്ള ആത്മാവ് മദീനയിലെ ആത്മാവാണ്. സയ്യിദന്മാർക്ക് നയിക്കാനുള്ള ആത്മാവ് മദീനയിലെ ആത്മാവാണ്. ഇമാമുകൾക്ക് രചിക്കാനുള്ള ആത്മാവ് മദീനയിലെ ആത്മാവാണ്. മാനവികതയുടെ മനതലങ്ങളിൽ ഗുണഗണങ്ങളുടെ കൃത്യഭാവങ്ങളെ വഴുതിപ്പോകാതെ അടയാളപ്പെടുത്താൻ ഒരു ഗുരുവിനെ കഴിഞ്ഞിട്ടുള്ളൂ. അത് ശാസ്ത്രലോകത്തെ വിശാരദനല്ല, ദൈക്ഷണിക ലോകത്തെ അഗ്രേസരനല്ല, ചിന്താലോകത്തെ ഉന്നത ശീർഷർക്കല്ല, മദീനയിലെ രാജാവിന് മാത്രമാണ് തുമാരി ചമക്ക്, തുമാരി ദമക്ക്, തുമാരി ജലക്ക്, തുമാരി महक जमीनो फलक समा को समक सबका निशाने तुम्हारे लिए
ജലമർമ്മരങ്ങളുടെയും ഇലയനക്കങ്ങളുടെയും താരചലനങ്ങളുടെയും ഗോളചംക്രമണങ്ങളുടെയും എല്ലാം യുഗത്തിന്റെ നിയന്ത്രണം മദീനയിലെ രാജാവിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം പരിഗണിച്ചുകൊണ്ടാണ് എല്ലാം ചലിക്കുന്നത്. അങ്ങനെയുള്ള നേതാവിന്റെ വചനവുമായി ജീവിതോപാസനയായി സ്വീകരിച്ച മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു പോവുകയാണ്. മിനൽ അംസാരി ഇലൽ അംസാർ, പട്ടണക്കൂട്ടങ്ങളിൽ നിന്ന് അടുത്ത പട്ടണത്തടത്തിലേക്ക് പോവുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. സ്വാഭാവികമായും മഹാന്മാരുടെ നടന്നു വരുന്ന വഴികളിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം. അതെല്ലാ പണ്ഡിതന്മാരും കനൽപഥങ്ങളിലൂടെയാണ് ചരിത്രം വിളയിച്ചത്. അവരാരും പട്ടുമെത്തയിലൂടെ കടന്നു വന്നവരല്ല. പ്രാതികൂല്യങ്ങളുടെ കൂരമ്പുകളിൽ നിന്നാണ് ആനുകൂല്യങ്ങളുടെ ലോകങ്ങളെ പടച്ചെടുത്തത്. ഈ സ്വലാത്തു നഗരി വിസ്തൃതമായി കിടക്കുന്നതിന്റെ മുമ്പിൽ ഇന്നലത്തെ യാതനകളുടെ കഥയുണ്ട്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നടന്നു വന്ന വഴികളിൽ അവരുടെ കാലിന് വേദനിക്കേണ്ടി വന്ന കൂരമ്പുകൾ പതിഞ്ഞ വഴികളുണ്ട്. അതെല്ലാ പണ്ഡിതന്മാർക്കും ഉള്ളതാണ്. പക്ഷേ ചരിത്രം ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നുണ്ട്. നിഷ്കളങ്കരായ പണ്ഡിതന്മാർ ആരോപണമേറ്റാലും അവരുടെ വിലാസത്തിന് യാതൊരു കളങ്കവും വരില്ല. ഇമാം ശാഫഈ തങ്ങൾ കൽത്തുറുങ്കിലടക്കപ്പെട്ടതുകൊണ്ട് ശാഫഈ ഇമാമിന്റെ വിലാസത്തിന് വേദന വന്നിട്ടില്ല. അഹ്മദ് ബിൻ ഹംബൽ ശൈബാനിയെ കൽത്തുറുങ്കിൽ അടച്ചതുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വിലാസത്തിന് യാതൊരു തിളക്കമല്ലാതെ ഇളക്കം സംഭവിച്ചിട്ടില്ല. അതാണ് യഥാർത്ഥ പണ്ഡിതന്മാരുടെ അടയാളം. അതുപോലെയാണ് നമ്മുടെ പണ്ഡിതന്മാർ. അവരിന്നലെ മുതലേ വേദനയുടെ വഴികളിലാണ്. ആരോപണത്തിന്റെ നൂലാമാലകൾ പുകമറകളായി വന്നപ്പോഴും ആത്മനിഷ്ഠയോടെ മുന്നോട്ട് നയിച്ച പണ്ഡിതന്മാർ. ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ എ.പി. ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, കനൽ പദങ്ങളിലൂടെ നടന്നു വന്നിട്ടല്ലയോ കാരുണ്യ ലോകം നയിച്ച് സുന്നി കൈരളിയുടെയും ഭാരതത്തിന്റെയും അഭിമാനമായി നിലകൊള്ളുന്നത്. അല്ലാഹു പ്രതാപമുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ സാദാത്തുക്കൾ പട്ടുമെത്തയിലൂടെ നടന്നു വന്നവരല്ല. അവർ കനൽ കുഴികളിലൂടെ കടന്നു വന്നിട്ട് കാരുണ്യത്തിന്റെ ലോകം രൂപപ്പെടുത്തുന്ന മഹാന്മാരാണ്. അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന് ലോകം വിളിക്കുമ്പോ അക്കാലത്തെ ജയിലറകളുടെ കഥ പറയാതിരിക്കാൻ കഴിയില്ല. അന്നത്തെ വിമർശനത്തിന്റെ കഥകൾ മറക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു യഹ്യ അസ്-സുഹലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വരുമ്പോ സ്വീകരിക്കാൻ പോയ ആളാണ്. അക്കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനാണ്. മുഹമ്മദ് ഇബ്നു യഹ്യ അസ്-സുഹലി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അറാദ അൻ യസ്തഖ്ബില മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ, ആരെങ്കിലും നാളെ മുഹമ്മദ് ബിൻ ഇസ്മാഈലിനെ സ്വീകരിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഫല്യസ്തഖ്ബിൽഹു ഫഇന്നി അസ്തഖ്ബിൽഹു, ഞാൻ സ്വീകരിക്കാൻ വേണ്ടി പോവാണ്, നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വന്നോളൂ. മുഹമ്മദ് ബിൻ ഇസ്മാഈൽ എന്ന മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വീകരിക്കാൻ പോയി. വഅമ്മത്തു ഉലമാഇ നൈസാബൂർ, എല്ലാ പണ്ഡിതന്മാരും ഉണ്ട് സ്വീകരിക്കാൻ വേണ്ടി പോയി. ഫദഖലൽ ബലദ ഫനസല ദാറൽ ബുഖാരിയീൻ, ബുഖാരി ഹൗസിലേക്ക് കടന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, മുഹമ്മദ് ഇബ്നു യഹ്യ അസ്-സുഹലി പറയുകയാണ്, ലാ തസ്അലൂഹു അൻ ശൈഇൻ മിനൽ കലാമി, വിവാദ വിഷയങ്ങളൊന്നും ഇന്ന് ആ പണ്ഡിതനെ ചോദിച്ച് നിങ്ങൾ ആരും വേദനിപ്പിക്കാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ പ്രവർത്തകർക്കുള്ളൊരു ശിക്ഷണമാണെന്ന്. എല്ലായിടത്തും വിവാദങ്ങൾ ചോദിച്ച് വേദനിപ്പിക്കേണ്ടതല്ല. വിവാദമില്ലാത്തിടത്ത് വിവാദങ്ങൾ വലിച്ചടയ്ക്കാൻ പാടില്ല. ചില സ്ഥലങ്ങളിൽ നമ്മുടെ പണ്ഡിതന്മാര് വരുമ്പോ അവിടെ വിമർശന വിഷയങ്ങൾ പറയാതിരിക്കുമ്പോഴായിരിക്കും സുന്നത്ത് ജമാഅത്തിന് പ്രതാപം. ചിലത്തെ ഖണ്ഡിതമായി മറുപടി പറയേണ്ട സ്ഥലങ്ങൾ ഉണ്ടാകും, അതങ്ങനെ പറയണം. ഓരോ സ്ഥലത്തിനും പ്രസക്തിയുണ്ട്, സമയത്തിന് പ്രസക്തിയുണ്ട്, കാലത്തിന് പ്രസക്തിയുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ദഅവത്ത് നിർവഹിക്കേണ്ടത്. മുഹമ്മദ് ഇബ്നു യഹ്യ അസ്-സുഹലി പറയുകയാണ്, നിങ്ങൾ ആരും ഇന്ന് വിവാദത്തിലുള്ള ഖുർആൻ സൃഷ്ടിവാദത്തെ കുറിച്ചൊന്നും ചോദിക്കല്ലേ.
പക്ഷേ ചില ആളുകൾ ഉണ്ടാകും, ചില ആളുകൾ ദോഷദൃഷ്ടികളോടെ വരുന്നവരുണ്ടാകും. ഫഖാലനാ മുഹമ്മദ് ബിൻ യഹ്യ എന്ന ദുഹരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തസ്അലൂ അൻ ശൈഇൻ മിനൽ കലാമി ബൈനഹു ഇൻ നജാബ ബിഖിലാഫി മാ നഹ്നു അലൈഹി വഖഅ ബൈനനാ വബൈനഹു. ബഹുമാനപ്പെട്ടവരോട് നമ്മൾ തർക്ക വിഷയങ്ങളൊന്നും ഇപ്പൊ ചോദിക്കരുത്. ചോദിച്ചാൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ നമ്മളെ മോശപ്പെടുത്തുകയും നമ്മളുടെ ഇടയിൽ കടന്നു കയറുകയും ചെയ്യും. ഇന്നത്തെ ചില ആളുകൾ കോതിക്കൊടുക്കേണ്ട വാചകമാണിത്. യഹ്യ സുഹരി റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മളുടെ ഇടയിൽ ചെറിയ ചർച്ചകളുള്ള വിഷയങ്ങൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ റാഫിദിയാക്കൾ ചൂഷണം ചെയ്യും, ജഹ്മിയാക്കൾ ചൂഷണം ചെയ്യും, മുർജിഅത്ത് ചൂഷണം ചെയ്യും. അങ്ങനെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുഴുവനും ഈ തർക്കം മുതലെടുക്കും. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഈ തർക്ക വിഷയങ്ങളിലേക്ക് ഈ പണ്ഡിതനെ വലിച്ചിടാൻ പാടില്ല. അപ്പുറത്ത് മാറി നിന്ന് വഹാബികളും മൗദൂദികളും ഒക്കെ ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കും. തൽക്കാലം നമ്മുടെ പണിയൊക്കെ നിന്ന് കിട്ടിയല്ലോ, ഇവര് തമ്മിൽ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന തുടങ്ങിയല്ലോ എന്ന് വിചാരിച്ച് അവർ കുലുങ്ങിച്ചിരിക്കുന്ന രംഗമുണ്ടാക്കല്ലേ. യഹ്യ സുഹരി പറഞ്ഞു, പക്ഷേ ചിലർക്കൊരു വിനോദമാണല്ലോ ഇത്, അവരടങ്ങിയില്ല. അപ്പോൾ തന്നെ അതാ വരുന്ന ഒരാൾ ചോദിക്കാൻ. ഇത്രയൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയാലും ചിലർ ചോദിക്കും, മുഹമ്മദ് ബിൻ ഇസ്മായിൽ അതാ വീട് നിറഞ്ഞു, ഓഡിറ്റോറിയം നിറഞ്ഞു, പരിസരത്തുള്ള ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗങ്ങളെല്ലാം നിറഞ്ഞു. അതാ വന്നതിന്റെ രണ്ടാമത്തെയോ മൂന്നാം ദിവസമോ ആയപ്പോ ആയിരക്കണക്കിന് ജനങ്ങൾ ഇമാം ബുഖാരി തങ്ങളിൽ നിന്ന് ഹദീസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. തർക്കങ്ങളില്ല, റസൂലുള്ളാഹിന്റെ ഹദീസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കൃത്യമായ ദീനീ ദഅവത്ത് നടക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, ഖാമ ഇലൈഹി റജുലുൻ ഫസഅലഹു അനിൽ ലഫ്ളി ബിൽ ഖുർആൻ. ഖുർആൻ കൊണ്ട് മൊഴിയുന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളോട് ചോദിച്ചു. ഫഖാല, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നല്ല ദൈഷ്ണികനാണ്, പെട്ടെന്ന് വിവാദം ഉണ്ടാകണ്ടെന്ന് കരുതി, ഇത് അല്ലാഹുവാണ്, അപ്പൊ അവിടെ ഇവിടെ തട്ടേണ്ട, തൽക്കാലം വിവാദം ഒഴിഞ്ഞു പോകട്ടെ എന്ന് വിചാരിച്ചു മധ്യസ്ഥാനത്തുള്ള മറുപടിയാണ് ഇമാം ബുഖാരി തങ്ങൾ പറയുന്നത്. മുത്തഅല്ലിമുകളെ, നിങ്ങൾ ഈ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സീറ വായിക്കണം. സീറത്തുൽ ഇമാമുൽ ബുഖാരി അബ്ദുസ്സലാം അൽ മുബാറക് ഫൂരി എഴുതിയ ഗ്രന്ഥമുണ്ട്. 885 പേജുള്ള ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ കാണാം, ഇമാം ബുഖാരി തങ്ങളുടെ ഈ മറുപടിക്കപ്പുറം ദിഷണയുള്ള ഒരു മറുപടി പറയാൻ അവിടെ വേറൊരാൾക്കും സാധ്യമല്ല. അത്രയും കാവൽ ഇമാം ബുഖാരി നിർവഹിച്ചിട്ടുണ്ട്. അല്ലാഹു മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. പക്ഷേ ന്യൂനത കാണാൻ നിൽക്കുന്ന ആളുകൾക്ക് ഇത് മതിയല്ലോ. അവര് പിടിച്ചു فوقع بين الناس اختلاف فقال بعضهم قال لفظي بالقرآن مخلوق وقال بعضهم لم يقل فوقع بينهم في ذلك اختلاف حتى قام بعضهم إلى بعض فاجتمع أهل الدار فأخرجوهم. അപ്പോൾ കുറെ ആളുകൾ പറഞ്ഞു, നമ്മുടെ വചനങ്ങൾ നമ്മുടെ പ്രവൃത്തിയാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്നല്ലേ ഇമാം ബുഖാരി പറഞ്ഞത്. അതിന്റെ അപ്പുറം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വായിക്കാമല്ലോ. അപ്പൊ നമ്മൾ ഓതുന്ന ഖുർആൻ സൃഷ്ടിയാണെന്നല്ലേ ഇമാം ബുഖാരി പറഞ്ഞത്. ഒരു ഭാഗം. മറുഭാഗം പറഞ്ഞു, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, നമ്മുടെ പ്രവൃത്തിയുടെ വസ്തുതയല്ലേ ഇമാം ബുഖാരി പറഞ്ഞിട്ടുള്ളൂ. ഖുർആൻ മഖ്ലൂഖാണോ, ഖുർആൻ കൊണ്ടുള്ള തലഫ്ഫുദ് മഖ്ലൂഖാണോ, ഇതൊന്നും ഇമാം ബുഖാരി പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ വിവാദം ഉണ്ടാക്കരുത്. അവസാനം സംഘട്ടനമുണ്ടാക്കി. ആവശ്യമില്ലാത്ത വിവാദം ഇമാം ബുഖാരി തങ്ങളുടെ വചനത്തിൽ നിന്ന് വലിച്ചിട്ടു. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ നല്ല മനോഹരമായി പണ്ഡിതന്മാരുടെ സമ്മേളനം നടത്തി. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ഹദീസിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അത് നശിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു ചോദ്യകർത്താവായിരുന്നു. അതിലൂടെ ഇവരെയൊക്കെ പിടിച്ച് പുറത്താക്കേണ്ട അവസ്ഥയാണ് വന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വേദനിച്ചു പോയി. വൗഫൗവിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറുൻ ബിൽ ഇബാദ്. കാര്യങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞു. അല്ലാഹു അവന്റെ അടിമകളെ നിരീക്ഷിക്കുന്നവനാണ്. ആളുകൾ ആരോപണം പറഞ്ഞാൽ റബ്ബിന്റെ അടുക്കൽ മാറ്റാൻ പറ്റുന്നതല്ല. വസ്തുത കൃത്യമായി അറിയുന്ന റബ്ബിന്റെ അടുക്കൽ മാറ്റിമറിക്കാൻ സാധ്യമല്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു
മഹാനവറുകൾ നിലകൊള്ളുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിതാണ് പറയുന്നത്, അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു വിവാദത്തിന്റെ കാരണം മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി തങ്ങളുടെ വചനമായിരുന്നു. അതുകൊണ്ട് ചരിത്രം ഇമാം ബുഖാരി തങ്ങളെ തള്ളിയോ? തള്ളിയിട്ടില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ എതിരാളികൾ ഒരുപാട് ആരോപണം പറഞ്ഞിരുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ഇമാം ബുഖാരിയെ തള്ളിയോ? തള്ളിയില്ല. അപ്പോൾ ചില ആളുകൾ വിവാദം കൊണ്ട് ആരോപിച്ചതിന്റെ പേരിൽ ഒരു പണ്ഡിതന്റെയും നിലനിൽക്കുന്ന വിലാസം നഷ്ടപ്പെടുത്താൻ ലോകത്തിന് സാധ്യമല്ല. അവർ നിഷ്കളങ്കരാണെങ്കിൽ. അതാണ് ഇന്നത്തെയും നമ്മുടെ നേതൃത്വം തെളിയിക്കുന്നത്. ആരോപണത്തിന്റെ ആയിരം നൂലാമാലകൾ വലിച്ചിട്ടു. സാമ്പത്തികം പറഞ്ഞു, ദാമ്പത്യം പറഞ്ഞു, അതുപോലെ ഇടപാടുകൾ പറഞ്ഞു, ഇടപെടലുകൾ പറഞ്ഞു. പക്ഷേ അവിടെയെല്ലാം അല്ലാഹുവിന്റെ വജീഹിന് വേണ്ടി കൃത്യമായി നിലകൊണ്ടാൽ അതിജയിച്ച് മുന്നോട്ട് പോവുകയും നാളെ അല്ലാഹു തആല സ്വാലിഹീങ്ങളുടെ ചരിത്രം അടയാളപ്പെടുത്തുന്ന വേദിയിൽ ശോഭന താരകങ്ങളായി നമ്മുടെ ഉസ്താദുമാരുണ്ടാകും. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവരുടെയൊക്കെ പദവി ഉയർത്തട്ടെ. നമ്മൾ തിരിച്ചറിയേണ്ട ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇമാം അബൂ ഹനീഫയ്ക്കുണ്ടായിരുന്നില്ലേ വിരോധികൾ? തർക്കമില്ല. അഹ്മദ് ബിൻ ഹംബൽ ശൈബാനിയെ ചാട്ടവാറ് കൊണ്ടടിച്ചില്ലേ? അതുകൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. പറയുന്നതിനൊക്കെ കൃത്യമായ പരമ്പരയുണ്ടോ ഇല്ലേ എന്ന് അല്ലാഹുവിനറിയാം. അല്ലാഹുവിലേക്ക് നമ്മൾ വിഷയങ്ങളെ ചേർക്കുന്നു. ഇമാം ബുഖാരി യാത്ര തുടരുകയാണ്. പക്ഷേ എല്ലാവർക്കും പറ്റുന്ന പണിയല്ലല്ലോ. വിമർശകന്മാർക്ക് വിമർശിക്കാനല്ലേ കഴിയൂ. പക്ഷേ വിമർശിക്കപ്പെടുന്ന പണ്ഡിതന്മാരുടെ കഴിവ് അവർ തിരിച്ചറിയില്ല. അത് ഇമാം ബുഖാരിയിലും കാണാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വായിക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. വിമർശിക്കുന്നവർക്ക് ഇമാം ബുഖാരി അങ്ങനെ, ഇമാം ബുഖാരി ഇങ്ങനെ, അവിടെ പോയത് ശരിയായില്ല, ഇതുകൊണ്ടൊന്നും ശരിയായില്ല എന്നൊക്കെയല്ലേ പറയാനുള്ളൂ. പക്ഷേ ചെയ്ത സേവനങ്ങളും അവരുടെ ദിഷണയും എതിരാളികൾക്കില്ലല്ലോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആരാണ്? സമയത്ത് മുഹമ്മദ് ബിൻ ഇസ്മായിൽ യഖൂൽ, മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി തങ്ങൾ പറയാണ്, ലഖീതു അക്സറ മിൻ അൽഫി റജുലിൻ മിൻ അഹ്ലിൽ ഹിജാസ് വൽ ഇറാഖ് വശാമി വമിസ്ർ ലഖീതുഹും കറാത്തിൻ അഹ്ല ശാമി വമിസ്ർ വൽ ജസീറ മറത്തൈൻ. ഞാൻ ലോകത്തുള്ള ആയിരക്കണക്കിന് പണ്ഡിതന്മാരിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട്. മുതഅല്ലിമുകളെ, വോള്യം കണക്കിന് പുസ്തകങ്ങളുള്ള ലൈബ്രറിയിൽ ഇരുന്നിട്ടല്ല, ഗ്രന്ഥവ്യാപനമില്ലാത്ത, വായിക്കാൻ പുസ്തകങ്ങൾ കയ്യിൽ ലഭിക്കാത്ത കാലത്ത് ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്ത് പോയി ഒരു ഹദീസ് പണ്ഡിതനെ കണ്ടുപിടിച്ച് പഠിക്കുകയാണ്. അങ്ങനെ ആയിരക്കണക്കിന് ആലിമീങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് വിജ്ഞാനം നേടിയ മഹാനാണ് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇമാമുൽ ബുഖാരി. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നമുക്കൊരു പുസ്തകം വായിച്ചു തീർക്കാൻ നേരമില്ല. ഒരു ഇമാമിന്റെ കിതാബ് വായിച്ചു തീർക്കാൻ നമ്മുടെ ഈ ആയുസ്സിൽ കഴിയുമോ? എന്തിനേറെ പറയണം, ഇമാം നവവി തങ്ങളുടെ എല്ലാ കിതാബും എല്ലാ പേജും വായിച്ചു തീർക്കാൻ നമുക്ക് സാധിക്കുമോ? പിന്നല്ലേ ബാക്കിയുള്ള ഇമാമീങ്ങൾ. ഇബ്നു കസീർ, അദ്ദേഹം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണെങ്കിലും അദ്ദേഹത്തിന്റെ താരീഖ് കണ്ടില്ലേ 51 വാള്യമാണ്. വായിച്ചു തീർക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ബിദായ കണ്ടില്ലേ 18 വാള്യമാണ്. വായിച്ചു തീർക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇതുപോലെ നമ്മുടെ ഇമാമീങ്ങൾ എഴുതിയ ഇമാമിന് സുയൂത്തി തങ്ങളുടെ എല്ലാ കിതാബും വായിച്ചു തീർക്കാൻ, ഇന്ന് ലഭ്യമായ കിതാബ് എല്ലാം ഒന്ന് വായിച്ചു തീർക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് കഴിയുമോ? എന്നാൽ ഇമാമീങ്ങൾ അത്രയും വലിയ കിതാബുകൾ രചിച്ചില്ലേ? എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ കയ്യിൽ മുമ്പിൽ ലൈബ്രറി ഇല്ല, കയ്യിൽ പുസ്തകങ്ങളില്ല, ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളുടെ മുമ്പിൽ പോയിട്ട് പഠിക്കുകയാണ്. ആയിരക്കണക്കിന് ആലിമീങ്ങളുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഓരോ ആളുകളുടെ അടുക്കൽ ചെല്ലുമ്പോഴും അന്നദ്ദീന ഖൗലുൻ വഅമലുൻ വഅന്നൽ ഖുർആന കലാമുല്ലാഹ്. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു ചർച്ചയുണ്ട്. എന്തേ ദീൻ എന്ന് പറഞ്ഞാൽ ഖൗലുൻ വഅമലുൻ ആണോ, അതല്ല ഖൗല് മാത്രമാണോ, അമല് മാത്രമാണോ, രണ്ടും കൂടി കൂടിയതാണോ? അൽ ഈമാനു ഖൗലുൻ വഅമലുൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ വചനവും പ്രായോഗികതയുമാണ് എന്ന് കൃത്യമായി
വിശദമായി ഇമാം ബുഖാരി വിശദീകരിച്ചിട്ടുണ്ട്. തൽക്കാലം ഞാൻ അങ്ങോട്ട് പോവുകയല്ല. അങ്ങനെയുള്ള ഇമാം ബുഖാരി തങ്ങൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ കൃത്യമായി വിഷയങ്ങൾ വിലയിരുത്തുന്നു. വറാഖ് ഇബ്നു മുഹമ്മദ് ഇബ്നു അബീ ഹാത്തം എന്നവർ പറയാണ്, സമയത്ത് ഹാഷിദ് ഇബ്നു ഇസ്മാഈല, ബഹുമാനപ്പെട്ട ഹാഷിദ് ഇബ്നു ഇസ്മാഈലിനെ ഞാൻ കേട്ടു. വാഖറ, വേറൊരാളും പറയുന്നതായി ഞാൻ കേട്ടു. യഖൂലാനി, രണ്ടാളും പറയുന്നു. അബൂ അബ്ദുല്ലാഹിൽ ബുഖാരി യഖ്തലിഫു മഅനാ ഇലാ മശായിഖിൽ ബസറ വഹുവ ഗുലാം ഫലാ യക്തുബു. ഞങ്ങളിങ്ങനെ ബസറയിൽ പോയി, ഞങ്ങളുടെ കൂടെ കുട്ടിയായ മുഹമ്മദ് ബിൻ ഇസ്മായിലുണ്ട്. ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഞങ്ങളുടെ കയ്യിൽ ബുക്കും പേനയൊക്കെ ഉണ്ട്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരിയുടെ കയ്യിൽ ബുക്കും പേനയുമില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കുകയാണ്. ഫലായക്തുബു, മൂപ്പരട്ടു ഒന്നും എഴുതുന്നില്ല, ആ കുട്ടിയൊന്നും എഴുതുന്നില്ല. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ പറയും, നിങ്ങളിങ്ങനെ ഞങ്ങളുടെ കൂടെ വരികയല്ലാതെ ഒന്നും എഴുതി കാണുന്നില്ലല്ലോ മോനെ, ഇത് എഴുതി വെക്കാതിരുന്ന ഈ കുറെ ഉസ്താദുമാരൊക്കെ പോയി ഓതിയിട്ട് എന്താണ് കാര്യം? അങ്ങനെ ഇരിക്കുമ്പോ 16 ദിവസം കഴിയുമ്പോ ആരോപകന്മാരെ പിടിച്ചിരുത്തി ഇമാം ബുഖാരി. കുറെ ദിവസം ഞങ്ങൾ ബസറയിൽ പോയി, നൂറുകണക്കിന് ആലിമീങ്ങളെ കണ്ടു, അവരുടെ നിന്നെല്ലാം നൂറുകണക്കിന് ഹദീസ് പഠിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോ ഞങ്ങളിങ്ങനെ കുറ്റം പറയുന്നത് സഹിക്കാൻ വയ്യാതെ വന്നപ്പോ 16 ദിവസം കഴിഞ്ഞപ്പോ ഇമാം ബുഖാരി ഞങ്ങളെ പിടിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇന്നക്കുമാക്കത് അക്തർത്തുമാലയ്യവ, നിങ്ങൾ എല്ലാവരും എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. നിങ്ങൾ എഴുതിയ കിതാബൊക്കെ ഇങ്ങ് കൊണ്ടുവന്നേ, കിതാബ് തുറന്നു വെക്കൂ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 16 ദിവസത്തെ സഞ്ചാരം കഴിഞ്ഞ് കൂടെയുള്ള സഞ്ചാരികളുടെ ആക്ഷേപം സഹിക്കാതെ വന്നപ്പോ അവരോട് പറഞ്ഞു, നിങ്ങൾ എഴുതിയ കിതാബൊക്കെ ഒന്ന് തുറന്നു വെച്ചേ. 15,000 ഹദീസ് കേട്ടിട്ടുണ്ട്. ഫഖറഅഹാ കുല്ലഹാ അൻ ളഹ്രിൽ ഖൽബി ഹത്താ ജഅൽനാ നുഹക്കിമു കുതുബനാ മിൻ ഹിഫ്ദിഹി. 16 ദിവസം കൊണ്ട് ഞങ്ങൾ എഴുതിയ 15,000-ഓളം ഹദീസുകൾ ഒരു വരിക്കും ഒരു പരമ്പരയ്ക്കും ഒരു നിവേദനത്തിനും വ്യതിയാനമില്ലാതെ ഇമാം ബുഖാരി പറഞ്ഞു തന്നു. കുട്ടിയാണ്, പ്രായമേറെ വന്നിട്ടില്ല. ആ സമയത്താണ് ബഹുമാനപ്പെട്ടവർ ആ നിലയിൽ പരിശുദ്ധമായ ഹദീസ് മെമ്മറൈസ് ചെയ്തുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ഡിതന്മാര് പലവിധേനയുമുള്ള പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. അതിന്റെ എല്ലാം വിശദമായ തലത്തിലേക്ക് തൽക്കാലം ഞാനിപ്പോ പോകുന്നില്ല. ഏതായാലും മഹാനവറുകൾ ഓരോ സ്ഥലത്തും ചെന്നു ഹദീസുകൾ ഇങ്ങനെ സമാഹരിച്ചപ്പോൾ ഇമാം ബുഖാരി തങ്ങളുടെ ശ്രുതി അങ്ങ് പരക്കാൻ തുടങ്ങി. ബസറയിലേക്ക് ചെന്നപ്പോ ബസറക്കാരായ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അക്സറുഹും മിമ്മൻ ഇത്ബഅഹു വകാന ശാബൻ ല യഖ്റുജു വജ്ഹുഹു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബസറയിലേക്ക് ചെല്ലുമ്പോൾ, വലിയ ജ്ഞാനികളുള്ള നാടാണ് ബസറ എന്ന് പറയുന്ന സ്ഥലം. അവിടെ വിജ്ഞാനത്തിന്റെ നഗരിയാണ്. അവിടെ ചെല്ലുമ്പോഴും ഫയജ്തമിഉ അലൈഹി ഉലൂഫുൻ, ആയിരക്കണക്കിന് ആളുകൾ ഇമാം ബുഖാരിയെ കാണാൻ വരുന്നുണ്ട്. ഭൂരിപക്ഷം ആളുകളും ബുഖാരി ഇമാമിൽ നിന്ന് ഹദീസ് കേട്ട് എഴുതാൻ വന്നവരാണ്. വകാന ശാബൻ, ബഹുമാനപ്പെട്ടവരെന്ന യുവാവാണ്. ലം യഖ്റുജു വജ്ഹുഹു, താടി രോമങ്ങളൊന്നും മുളച്ചിട്ടില്ലാത്ത പ്രായക്കാരനാണ്. ആ സമയത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് ഹദീസുകൾ 10,000-കണക്കിന് ആളുകൾക്ക് പരമ്പര തെറ്റാതെ പറഞ്ഞുകൊടുത്ത പണ്ഡിതനായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലോകം മുഴുവനും ഇങ്ങനെ പ്രസിദ്ധിയോടെ മുന്നോട്ട് പോവുകയാണ്. ബഗ്ദാദിൽ ചെന്നപ്പോ ചില ആളുകൾ വിചാരിച്ചു, ഇമാം ബുഖാരിയെ ഇങ്ങനെ വിട്ടാ പറ്റൂല. എവിടെ സമ്മേളനത്തിലും ഇമാം ബുഖാരിയുടെ സമ്മേളനത്തിലാണ് ആളുകൾ കൂടുതൽ, അവിടെയാണ് ജനങ്ങൾ മുഴുവനും വരുന്നത്. അതാ മഹാന്മാരായി ഇവർ നേതൃത്വം നൽകുന്ന പരിപാടിക്കാണ് ആൾ കൂടുന്നത്. ഇനി ഇങ്ങനെ വിട്ടാ പറ്റൂല, ചില കാര്യങ്ങളൊക്കെ ചോദിച്ചൊന്ന് മൂലക്കിരുത്താൻ ശ്രമിക്കണം. അന്നത്തെ ചില എതിരാളികൾ തീരുമാനിച്ചു. ബഗ്ദാദിലേക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ തങ്ങൾ ചെന്നപ്പോൾ അവിടെ 10 ആളുകൾ ഇമാം ബുഖാരി തങ്ങളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവരെല്ലാവരും 100
ഹദീസ് എടുത്തിട്ട് 10 ഹദീസ് വീതം അവർ പകുത്തെടുത്തു. ആ ഹദീസിന്റെ പരമ്പരകൾ മാറ്റി, അതിന്റെ വചനങ്ങൾ മാറ്റി, അതിന്റെ മത്തിന് മാറ്റി, സനദ് മാറ്റി, അതിന്റെ കാണ്ഡം മാറ്റി, പരമ്പര മാറ്റി. അങ്ങനെ രണ്ടും മാറ്റി വെച്ചിട്ട് ഹദീസിന്റെ ഇടയിൽ കൃത്രിമം നടത്തി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളെ പരീക്ഷിക്കാൻ. എന്നിട്ട് ഇടയ്ക്ക് കൂടെ രണ്ടുപേരെ വിട്ടിട്ട് ബുഖാരി ഇമാമിനോട് ചില ചോദ്യമൊക്കെ ചോദിച്ചു. ആളെങ്ങനെയാണ്, ഫിഖ്ഹൊക്കെ കിട്ടുന്ന ആളാണോ, വിഷയങ്ങളൊക്കെ അറിയുന്ന ആളാണോ എന്നറിയാൻ ഒരു പരീക്ഷണം നടത്തിയപ്പോ ഇമാം ബുഖാരി നല്ല മറുപടി പറയുന്നുണ്ട്. അപ്പോഴവരടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച ആളല്ല, ഇമാം ബുഖാരി തൽക്കാലം വിഷയങ്ങളൊക്കെ അറിയുന്ന ആളാണ്. ഇതെല്ലാം അറിഞ്ഞെങ്കിലും ഇമാം ബുഖാരി തങ്ങളെ ഉൾക്കൊള്ളാൻ അവര് തയ്യാറാകണമെങ്കിൽ ഈ പരീക്ഷണം നടത്തിയേ തീരൂന്ന് തീരുമാനിച്ചു. 10 പേരിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് കയറി. അതാ തിരുമറി നടത്തിയ ഹദീസിൽ നിന്നൊരു ഹദീസ് ഇമാം ബുഖാരി തങ്ങളുടെ മുമ്പിൽ വായിച്ചു. ഫഖാലൽ ബുഖാരി, അപ്പോൾ ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു, ലാ അരിഫു, എനിക്ക് ഹദീസ് അറിയില്ല. ഫസഅലഹു അൻ ആഖറ ഫഖാല ലാ അരിഫുഹു. അങ്ങനെ 10 ഹദീസും അങ്ങ് വായിച്ചു. ഇമാം ബുഖാരി പറഞ്ഞു, എനിക്കറിയില്ല. രണ്ടാമത്തെ ആളും വന്നു, കൃത്രിമം നടത്തിയ 10 ഹദീസ് അയാളും വായിച്ചു. ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു, ലാ അരിഫു, എനിക്ക് ഹദീസ് അറിയില്ല. അങ്ങനെ 10 പേരും വന്ന് 10 വീതം ഹദീസുകൾ, കൃത്രിമം നടത്തിയ ഹദീസുകൾ, പരമ്പര മാറ്റിവെച്ചത്, സനദ് മാറ്റിവെച്ചത്, മത്തിന് മാറ്റി സ്ഥാപിച്ചത്, അങ്ങനെയുള്ള ഹദീസ് അങ്ങ് വായിച്ചപ്പോ ഇമാം ബുഖാരി എല്ലാവരോടും പറഞ്ഞു, ലാ അരിഫു വൽ ബുഖാരി ലാ യസീദുഹും അലാ ലാ അരിഫു. എല്ലാവരോടും ലാ അരിഫു, എനിക്കറിയില്ല, എനിക്കറിയില്ല എന്ന വിഷയം മാത്രമേ ബഹുമാനപ്പെട്ടവര് പറഞ്ഞിട്ടുള്ളൂ. അവസാനം ഫലമ്മാ അലിമൽ ബുഖാരി അന്നഹും ഖദ് ഫറഹു, ഇവര് ചോദിക്കാനുള്ളതല്ല ചോദിച്ചു കഴിഞ്ഞു ഇമാം ബുഖാരി തങ്ങൾ അറിഞ്ഞപ്പോൾ ഇൽതഫത ഇലൽ അവ്വലി മിൻഹും, ഒന്നാമത്തെ ആളോട് പറഞ്ഞു, അമ്മാ ഹദീസുകൽ അവ്വലു ഫഹുവ കദാ വഹദീസുക കാനി ഫഹുവ കദാ വസ്സാലിസു വറാബിഉ അലൽ വലാഇ ഹത്താ അതാ അലാ തമാമിൽ അശറ. ആദ്യം 10 തെറ്റായ ഹദീസ് വായിച്ച ആളോട് പറഞ്ഞു, നിങ്ങൾ വായിച്ചത് ഇങ്ങനെയാണ്, അതിന്റെ ശരിയായ ഹദീസ് ഇങ്ങനെയാണ്. രണ്ടാമത് നിങ്ങൾ വായിച്ച ഹദീസ് ഇങ്ങനെയാണ്, ശരിയായ ഹദീസ് ഇങ്ങനെയാണ്. അങ്ങനെ 10 ഹദീസും ഒന്നാമത്തെ ആൾക്ക് പറഞ്ഞു കൊടുത്തു, രണ്ടാമത്തെ ആൾക്കും പറഞ്ഞു കൊടുത്തു. ആളുടെ ക്രമത്തിൽ വ്യത്യാസം വന്നില്ല, ഓതിയ ഹദീസിന്റെ ക്രമത്തിലും വ്യത്യാസം വന്നില്ല. അങ്ങനെ 100 ഹദീസും അതിന്റെ കൃത്യമായ പരമ്പരയോടെ അങ്ങ് വെച്ചു കൊടുത്തപ്പോ അവരെല്ലാവരും ബഹുമാനപ്പെട്ടവരെ സമ്മതിച്ചു പോയി. സമ്മതിച്ചു, നിങ്ങളെ തോൽപ്പിക്കാൻ ഞങ്ങൾക്കാവൂല. ഇമാം ബുഖാരി അതിജയിച്ചു പോയി. അതുകൊണ്ടല്ലേ സ്വഹീഹിന്റെ തുടക്കത്തിൽ എഴുതിയത് അൽ ഹാഫിദ് അൽ ഹുജ്ജ. മുതഅല്ലിമുകളെ, സ്വഹീഹുൽ ബുഖാരിയുടെ തുടക്കം അതാ വരുന്നില്ലേ? ഇമാം ബുഖാരി തങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് ഹാഫിദും ഹുജ്ജത്തുമായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരെ മുഴുവനും അങ്ങ് മറുപടി പറഞ്ഞു. എല്ലാ ആളുകളും വായിച്ച ഹദീസും പറഞ്ഞു. ഇത് എഴുതിയിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, ഈ തെറ്റു തിരുത്തി എന്നത് മാത്രമല്ല ഇമാം ബുഖാരി തങ്ങളുടെ അത്ഭുതം, മറിച്ചോ ഹാഫിദ് ആയതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം. പക്ഷേ ബലിൽ അജബു മിൻ ഹിഫ്ദിഹി ലിൽ ഖത്ഇ അലാ തർതീബി മാ അൽഖൗഹു അലൈഹി മിൻ മറത്തിൻ വാഹിദ. തെറ്റായ ഒരു ഹദീസ് വായിച്ചാൽ ശരിയായ ഹദീസ് വായിക്കാൻ നേരത്തെ മനഃപ്പാടമാക്കിയ ആൾക്കും ചിലപ്പോൾ സാധിച്ചേക്കാം. പക്ഷേ ഈ വായിച്ച 100 ഹദീസുകളും അതിന്റെ ഓർഡർ തെറ്റാതെ അവര് പറഞ്ഞത് എങ്ങനെയോ അതങ്ങോട്ട് പറഞ്ഞിട്ടും അതിന്റെ ശരി കൃത്യമായി പറഞ്ഞിട്ടും വന്നപ്പോ മഹാനവറുകളുടെ ഓർമ്മശക്തിയിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അവസാനം കണ്ടില്ലേ, ചില ആളുകൾ ഇമാം ബുഖാരി തങ്ങളുടെ അടുക്കൽ വന്നിട്ടതാ 400 ആളുകളുണ്ട്. 400 മിമ്മൻ യത്ലുബൂനൽ ഹദീസ ഫജ്തമഉ 7 അയ്യാം. 7 ദിവസം 400 ആളുകൾ ഇമാം ബുഖാരി തങ്ങളുടെ അടുക്കൽ കൂടിയിട്ട് എന്ത് ചെയ്തു? فادخلوا إسناد الشام في إسناد العراق وإسناد اليمن في إسناد الحرمين. ഹറമൈൻ താവഴിക്ക് പകരം യമനി താവഴിയെയും
ഇറാഖി പരമ്പരയ്ക്ക് പകരം ഷാമി പരമ്പരയും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് 400 ആളുകൾ 7 ദിവസം ഇമാം ബുഖാരി തങ്ങളെ പരീക്ഷിച്ചു. പക്ഷേ ഇമാം ബുഖാരി തങ്ങൾ കൃത്യമായി ഹദീസ് പറഞ്ഞു കൊടുത്തു. ഈ പരീക്ഷണം ഇമാം ബുഖാരിയെ ചെറുതാക്കാനുള്ള ശ്രമമായിട്ടല്ല നാം വായിക്കേണ്ടത്, വലുതാക്കിയതിന്റെ തെളിവാണ്. അവരെന്ന് പരീക്ഷിച്ചില്ലെങ്കിൽ ഈ മഹത്വം പറയാൻ നമുക്കുണ്ടാകില്ലല്ലോ. അതുപോലെ നമ്മുടെ ഉസ്താദുമാരെ ഇന്ന് എതിരാളികൾ പരീക്ഷിച്ചില്ലെങ്കിൽ നാളെ അഭിമാനത്തോടെ ജയിച്ചു വന്ന നേതാക്കന്മാരെ ഓർക്കാനുണ്ടാവില്ലല്ലോ. പലപ്പോഴും വളർച്ചയ്ക്ക് പിന്നിൽ എതിരാളികളാണുള്ളത്. സ്വലാത്ത് നഗറി പടർന്നു കിടന്നിട്ട് മാനം മുട്ട അപ്പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നീളത്തിൽ ഇവിടെയും കിടക്കുമ്പോ ഇതിന്റെ ഇടയിൽ വിമർശനത്തിന്റെ ചാട്ടുളികളിൽ നിന്ന് ആദർശത്തിന്റെ ഗിരിശൃംഖമുയർത്തിയ സാദാത്തുക്കളുടെ അധ്വാനമല്ലേ വായിക്കേണ്ടി വരുന്നത്. അപ്പൊ എതിർപ്പുകൾ ഉള്ളിടത്തെ വളർച്ചയുണ്ടാവുകയുള്ളൂ. പക്ഷേ വളരണമെങ്കിൽ ആത്മാർത്ഥത വേണം. അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാകണം, പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. അള്ളാഹുവേ, ഞങ്ങളെ മുഴുവനും നീ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരണം റഹ്മാനേ. അങ്ങനെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ലോകം മുഴുവനും സഞ്ചരിക്കുന്ന ഇമാം ബുഖാരി, എല്ലാവരുടെയും വിമർശനത്തിന് കൃത്യമായി മറുപടി പറഞ്ഞ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഓരോ നാട്ടിലും പോയിട്ട് കണ്ട മഹാന്മാരായ പണ്ഡിതന്മാർ ആരിൽ നിന്നൊക്കെയാണ് പഠിക്കുന്നത്, എത്ര കാലമാണ് താമസിച്ചത്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം ബുഖാരി തങ്ങളുടെ ജീവിത വഴികൾ മുഴുവനും അടയാളപ്പെടുത്താൻ കഴിയില്ല. എന്നാലും ഇന്ന് സൗദി അറേബ്യയിൽ നിന്നിറങ്ങുന്ന ബഹുമാനപ്പെട്ട ഹദീസിന്റെ അറ്റ്ലസ് ഉണ്ട്. ഒരുപക്ഷെ ഇവിടുത്തെ ലൈബ്രറിയിൽ ഉണ്ടാകാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പോയ വഴികൾ അടയാളപ്പെടുത്തിയ അറ്റ്ലസ്, ഇമാം ബുഖാരി റളിയല്ലാഹു മുസ്ലിം റളിയല്ലാഹു അൻഹു പോയ വഴി അടയാളപ്പെടുത്തിയ അറ്റ്ലസ്, അങ്ങനെ സ്വഹാഹിന്റെ മുസന്നിഫീങ്ങൾ മുഴുവനും സഞ്ചരിച്ചു പോയ വഴികൾ അടയാളപ്പെടുത്തിയ ഒരു അറ്റ്ലസ് ഇന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അവര് ചരിത്രം വെച്ചുകൊണ്ട് അടയാളപ്പെടുത്തിയതാണ്. ഇമാം ബുഖാരി തങ്ങൾ ജനിച്ച ബുഖാറ, പിന്നെ പോയ മക്ക, അങ്ങനെ പോയ വഴികളെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണുമ്പോഴും ഒരു കാര്യം മുത്തഅല്ലിമീങ്ങൾക്ക് ഓർമ്മ വേണം, ഒരു പ്രാവശ്യമല്ല ഇമാം ബുഖാരി തങ്ങൾ ഒരു സ്ഥലത്ത് പോയത്, പല പ്രാവശ്യം ഒരേ സ്ഥലത്തു തന്നെ പോയിട്ടുണ്ട്. അത് അറ്റ്ലസിൽ അടയാളപ്പെടുത്താൻ കഴിയില്ലല്ലോ. പക്ഷേ പോയ സ്ഥലങ്ങളെല്ലാം അതിൽ കാണാവുന്നതാണ്. ഏതു കാലത്താണ്? എയർലൈൻസുകൾ ചേരാ പാരാ മത്സരിക്കുന്ന കാലത്തല്ല, ഡിസ്ട്രിക്ട് തലസ്ഥാനങ്ങളിൽ മുഴുവനും എയർപോർട്ട് വരാൻ പ്ലാൻ ചെയ്യുന്ന കാലത്തല്ല, കാൽനടയായോ മൃഗങ്ങളുടെ മുകളിലോ കയറിയിട്ട് അക്കാലത്ത് സഞ്ചരിച്ച ഇമാമിങ്ങൾ ലോകം മുഴുവനും വിജ്ഞാനത്തിന്റെ പ്രചരണവുമായി എത്തിയ മഹാന്മാരാണ്. അല്ലാഹുവേ, അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നാഫിയായ ഇൽമ നൽകണേ റഹ്മാനേ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പോയി. നബവി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജീവിത വഴികളെ അടയാളപ്പെടുത്തിയാൻ ശ്രമിച്ചാൽ ഹാദാ ബാബുൻ വാസിഉൻ ജിദ്ദൻ ലാ യുംകിൻ ഇഖ്തിസാഉഹു, അവിടുന്ന് വിശാലമായി പറയാൻ സാധ്യമല്ല. അവസാന ചെറിയൊരു സൂചന മാത്രം നൽകാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹിജ്റ 210 മക്കയിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മക്കയിൽ നിന്ന് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹഫിൽതു കുതുബ ഇബ്നുൽ മുബാറക്, ഇബ്നുൽ മുബാറക് എന്നവരുടെ കിതാബ് മുഴുവനും മനപ്പാഠമാക്കി, വഖീ എന്നവരുടെ കിതാബ് മുഴുവനും മനപ്പാഠമാക്കി. വഅറഫ്തു കലാമ ഹൗലായി, ആ വിഭാഗത്തിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ വചന ശൈലികളും രചനാ ശൈലികളും മനപ്പാഠമാക്കി. അങ്ങനെ ഞാൻ എന്റെ ഉമ്മാന്റെയും ജ്യേഷ്ഠന്റെയും കൂടെയാണ് മക്കത്തേക്ക് പോയത്. ثم خرجت مع أمي وأخي, എന്റെ പ്രിയപ്പെട്ട സഹോദരനായ അഹ്മദ് എന്നവരുടെയും ഉമ്മാന്റെയും കൂടെ ഞാൻ മക്കത്തേക്ക് പോയി. ഫലമ്മാ ഹജ്ജത്തു, ഹജ്ജ് കഴിഞ്ഞപ്പോ റജഅ അഖീ ബിഹാ, ഉമ്മാന്റെ കൂടെ ജ്യേഷ്ഠനിങ്ങി വീട്ടിലേക്ക് പോരുന്നു. വതഖല്ലഫ്തു ഫീ തലബിൽ ഹദീസ്, ഞാൻ മക്കയിൽ തന്നെ നിന്നു, ഇൽമ പഠിക്കാൻ വേണ്ടി നിന്നതാണ്. അന്ന് 18 വയസ്സാണ്, അല്ല 16 വയസ്സാണ്, രണ്ടും കാണുന്നുണ്ട് ചരിത്രത്തിൽ. ദഖൽതു അലൽ ഹുമൈദി വഅന ഇബ്നു 18 സന. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഹുമൈദി എന്ന ലോകപ്രസിദ്ധനായ പണ്ഡിതന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് 18 വയസ്സാണ്. വബൈനഹു വബൈന ആഖറ ഇഖ്തിലാഫുൻ ഫീ ഹദീസിൽ, ഹദീസിൽ പണ്ഡിതന്മാരുടെ ചർച്ച നടക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ ചെല്ലുന്നത്. ബഹുമാനപ്പെട്ടവർ അവിടെ ചെന്നു, നിരവധി ഇമാമിങ്ങളെ കണ്ടു. വസമിഅ ബിമക്കത മിൻ നബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു യസീദ് അൽ മുഖരി, ഖല്ലാദ് ഇബ്നു യഹ്യ അൽ കൂഫി,
മക്കയിൽ വന്ന് താമസിക്കുന്ന ഖല്ലാദ് ഇബ്നു യഹ്യ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹിജ്റ 213 വഫാത്തായ മഹാനാണ്. യസീദ് ഇബ്നുൽ മുഖരി 213 വഫാത്തായ മഹാനാണ്. ഹസ്സാൻ ഇബ്നു ഹസ്സാൻ അൽ ബസ്രി എന്ന ഉസ്താദിൽ നിന്ന് ഞാൻ ഹദീസ് കേട്ടു. മഹാനവർകളും ഹിജ്റ 213 വഫാത്തായവരാണ്. അബുൽ വലീദ് അഹ്മദ് ഇബ്നു മുഹമ്മദ് അൽ അസ്റഖി ഹിജ്റ 217 വഫാത്തായ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് ഞാൻ കേട്ടു. അബൂബക്കർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ അൽ ഹുമൈദി റളിയല്ലാഹു അൻഹു ഹിജ്റ 219 വഫാത്തായ മഹാനാണ്. അവരുടെ അടുക്കൽ നിന്നും ഞാൻ മക്കയിൽ നിന്ന് പഠിച്ചു. വായിക്കാൻ എത്ര എളുപ്പമുണ്ട്, പക്ഷേ ഇത് കിട്ടാൻ എത്ര പരിശ്രമം പിന്നിൽ നടന്നിട്ടുണ്ട്. എന്താ കാരണം? 1300 കൊല്ലം മുമ്പുള്ള ചരിത്രം ഇത്ര കൃത്യമായി ഒരു അന്വേഷകന്, ഒരു വിദ്യാർത്ഥിക്ക് വായിക്കാൻ ലഭിക്കണമെങ്കിൽ നമ്മുടെ മുൻഗാമികളുടെ അധ്വാനം എത്രയാണ്, നമുക്കിത് വായിക്കാൻ പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരുടെ പരിശ്രമം എത്രയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന ഉസ്താദുമാർ അവരെ മുഴുവനും മുഖറവിയായ ഉലമാക്കളിൽ പെടുത്തണേ റബ്ബേ. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ ബുഖാരിയിൽ നിന്ന് ഞങ്ങൾക്ക് സഹീഹുൽ ബുഖാരിയും ജംഉൽ ജവാമിഉം ഒക്കെ ഓതി തന്നിരുന്ന മുതുവല്ലൂർ അബ്ദുറഹ്മാൻ ഉസ്താദ് അവர்கள் കൊണ്ടോട്ടി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഉസ്താദിനെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലാഹുവേ, രോഗം പൂർണ്ണമായും ശിഫയാക്കണേ റഹ്മാനേ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. ഒരുപാട് കാലം ഇൽമിന്റെ ഖിദ്മത്തിലായി ഞങ്ങൾക്ക് തണലായി നിലനിർത്തി തരണേ റഹ്മാനേ. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഉസ്താദുമാരെയും അല്ലാഹു ഖറവിയായ ഉലമാക്കൾ പെടുത്തട്ടെ. അപ്പോൾ അങ്ങനെയുള്ള മഹാന്മാരായ ഉസ്താദുമാർ ഇന്നലകളിൽ അവരുടെ മുൻപുള്ള ഇമാമുമാർ മുൻകാലങ്ങളിൽ ചെയ്ത സേവനം കൊണ്ടാണ് നമുക്കിന്നിവിടെ ഇങ്ങനെ വായിക്കാൻ കഴിയുക. വരാം, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മദീനത്തുൽ മുനവ്വറയിലേക്ക് പോയി. അസീദ് ബിൻ അബ്ദുല്ലാഹ് അൽ ഖുവൈസി റളിയല്ലാഹു അൻഹു, അയ്യൂബ് ബിൻ സുലൈമാൻ ബിൻ ബിലാൽ റളിയല്ലാഹു അൻഹു, രണ്ടുപേരും ഹിജ്റ 224 വഫാത്തായവരാണ്. ഇസ്മായിൽ ബിൻ അബ്ദുല്ലാഹ് ബിൻ അബി ഉവൈസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള അക്കാലഘട്ടത്തിലെ ഉന്നത ശീർഷരായ ഹദീസ് പണ്ഡിതന്മാരിൽ നിന്ന് കേട്ടു. വഖദ് ദക്കറ അൽ ബുഖാരി, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹിജ്റ 212 ഞാൻ മദീനയിൽ ചെന്നപ്പോൾ, ബഹുമാനപ്പെട്ടവര് പറയുന്നു, ഹിജ്റ 212 ഞാൻ മദീനയിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഹിജ്റ 194 ജനിച്ച മഹാനവറുകൾ ഹിജ്റ 212 മദീനയിൽ ചെന്ന് റസൂലുള്ളാഹിന്റെ ജിവാറിൽ ഇരുന്നിട്ടൊരു കിതാബ് എഴുതി. താരീഖുൽ ഇമാമുൽ ബുഖാരി ഇൻദ ഖബരി റസൂലില്ലാഹി. തങ്ങളുടെ ഖബർ ശരീഫിന്റെ അടുക്കൽ ഇരുന്നിട്ടാണ് കിതാബ് എഴുതിയത്. കാരണം ബുഖാരി ഇമാം വഹാബി അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിരുന്ന് എഴുതിയാൽ അവിടുത്തെ വെളിച്ചവും ബറക്കത്തും കിട്ടുമെന്ന് വിശ്വസിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, തൗഹീദിന്റെ ഏറ്റവും വലിയ പ്രമാണം ലോകത്തിന് നൽകിയ മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിരുന്നിട്ടാണ് കിതാബ് എഴുതിയത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ചരിത്രത്തിൽ കാണാം, ഞാൻ ഇങ്ങനെ എഴുതുന്ന സമയത്ത് പലരെ കുറിച്ചും നീട്ടി എഴുതാനുണ്ട്, ചരിത്രമാണല്ലോ എഴുതുന്നത്, പക്ഷേ എനിക്ക് അത് മുഴുവനും റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്നിട്ട് പറയാനും എഴുതാനും നാണം തോന്നിപ്പോയി. മറ്റുള്ള കുറെ ആളുകളുടെ ചരിത്രമാണല്ലോ, റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്നിട്ട് അതെല്ലാം നീട്ടി വലിച്ചിട്ട് എഴുതാൻ എനിക്ക് നാണം വന്നു പോയി, ഞാൻ അതുകൊണ്ട് വിശാലമായി എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിരുന്നുകൊണ്ട് കിതാബ് എഴുതി ബറക്കത്തെടുത്ത മഹാനാണ് മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ അൽ ബുഖാരി. മുഅ്മിനീങ്ങളെ, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇന്നത്തെ അധ്യായം തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇനി നാളെയും ഇമാം ബുഖാരിയെ അല്പമൊന്ന് സ്പർശിക്കാതെ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു താരീഖ് എഴുതുന്ന കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് പോയി നിന്ന് ബറക്കത്തെടുക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ടവര് പറയാണ്, ഞാൻ ഓരോ പ്രദേശങ്ങളിലും പോയി അതാത് കാലഘട്ടങ്ങളിലുള്ള അലിമീങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവര് മദീനയിൽ നിന്ന് നൈസാബൂർ എന്ന പ്രദേശത്തേക്ക് പോയി. മദീനയിൽ നിന്ന് പോയി നേരെ നൈസാബൂർ എന്ന പ്രദേശത്ത് സമിഅ ബിഹാമിൻ യഹ്യ ബിൻ യഹ്യ നൈസാബൂരി റളിയല്ലാഹു അൻഹു കേട്ടു. ഇസ്ഹാഖ് ബിൻ റാഹവൈഹിയിൽ നിന്ന് കേട്ടു. അതുപോലെ നിരവധി പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരിൽ നിന്നെല്ലാം 5 വർഷത്തോളം അവിടെ നിന്നുകൊണ്ട് മഹാനവറുകൾ കേട്ടു. മക്കയിൽ ഹിജാസിൽ 6 കൊല്ലം, നൈസാബൂരിൽ 5 കൊല്ലം എന്ന് ചേർത്ത് വായിക്കുമ്പോൾ
ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹിജാസിൽ താമസിക്കുന്ന കാലത്ത് തന്നെ പല സ്ഥലങ്ങളിലും പോയി വന്ന കാലം കൂട്ടാതെയാണ് എഴുതിയിട്ടുള്ളത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. മറൂ എന്ന് പറയുന്ന പ്രദേശത്ത് മഹാനവറുകൾ പോയി. അബ്ദാൻ ഇബ്നു ഉസ്മാൻ 221 വഫാത്തായ മഹാൻ, അലി ഇബ്നു ഹസൻ ബിൻ ഷഖീഖ് റളിയല്ലാഹു അൻഹു, അങ്ങനെ സദഖത്ത് ബിൻ ഫളൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇവരുടെ ഒക്കെ ഓരോരുത്തരുടെയും പേര് പറയുമ്പോൾ ഇന്നത്തെ ഏതെങ്കിലും ഒരു ആലിമിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരല്ല. ഇന്ന് ഒരുപക്ഷെ ഇവർക്ക് സമാനരായ ആരും ലോകത്ത് തന്നെ ജീവിച്ചിരിപ്പില്ല. അത്രയും ഉന്നതരായ മഹാന്മാരുടെ പേരുകളാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് വായിച്ചു പോകുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉസ്താദുമാ ഇന്ന് സമാനരായ ആരും ഇല്ലല്ലോ. അത്രയും വലിയ മഹാന്മാർ, അവരുടെ പേരുകൾ പറയുമ്പോൾ തന്നെ നമ്മുടെ മജ്‌ലിസിൽ ബറക്കത്തുണ്ടാകും. അതാണ് സുന്നത്തെ ജമാഅത്തിന്റെ വിശ്വാസം. സ്വാലിഹീങ്ങളുടെ പേര്, മുത്തഖീങ്ങളുടെ പേര്, മുഹദ്ദിസീങ്ങളുടെ പേര് ബഹുമാനപ്പെട്ട ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ പരിശുദ്ധമായ, നാളെ പരമാധികാരമുള്ള പരലോകത്ത് സ്വർഗത്തിൽ വിചാരണ കഴിയുന്നതിന് മുമ്പ് തന്നെ ചില ആളുകൾ മഷിക്കുപ്പിയും പേനയുമായി സ്വർഗത്തിന്റെ കവാടത്തിൽ വന്ന് നിൽക്കുന്നു. അപ്പോഴാണ് സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്ന മലക്ക് ചോദിക്കുന്നു, ഹിസാബൊന്നും കഴിയാതെ എവിടേക്ക് പോവാണ്? അപ്പോഴവര് പറയും, ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ വന്നവരല്ല, അനുമതിയോടെ വന്നവരാണ്. ഞങ്ങൾ ഈ പേനയും മഷിക്കുപ്പിയും ഞങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുന്നത് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് എഴുതിയ ആളുകളാണ്. ആ മുഹദ്ദിസീങ്ങളായ ഇമാമിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഔദാര്യത്തിന്റെ സ്വർഗ്ഗപ്രവേശനമാണ്. അബൂ ഹനീഫ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ പേർഷ്യൻ ഭാഷയിൽ ഹനീഫ എന്ന് പറഞ്ഞാൽ മഷിക്കുപ്പി എന്നാണ്. അപ്പോൾ നന്നായി പേനയും മഷിക്കുപ്പിയും കൊണ്ട് നടന്നയാൾ എന്ന അർത്ഥത്തിലാണ് അബൂ ഹനീഫ എന്ന പേര് കിട്ടിയത് എന്നും ചരിത്രത്തിൽ അഭിപ്രായമുണ്ട്. അപ്പോൾ യൂസനു മിദാദുൽ ഉലമാഇ ബിദമി ശുഹദാ, ഉലമാക്കളുടെ പേനയിലെ മഷി ശുഹദാക്കളുടെ രക്തത്തോട് തുല്യം തൂക്കപ്പെടുന്നതാണ്. അപ്പോൾ ഹിസാബില്ലാതെ തന്നെ ഒരുപാട് ആളുകൾ നേരെ വരുന്നു സ്വർഗത്തിലേക്ക് കടക്കാൻ. അവര് മുഹദ്ദിസീങ്ങളാണ്. ബഹുമാനപ്പെട്ടവര് പറയാണ്, മർവ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ഞാൻ മർവ എന്ന പ്രദേശത്ത് കുട്ടിക്കാലത്ത് തന്നെ ഹദീസ് പഠിക്കാൻ പോകാറുണ്ട്. ഞാൻ അങ്ങ് സീർ അലാമിൻ നബലയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോ സലാം പറയാൻ എനിക്ക് നാണമാണ്. കാരണം വലിയ വലിയ ഉസ്താദുമാരിക്കുന്ന മജ്‌ലിസല്ലേ ഹദീസിന്റെ മജ്‌ലിസ്. അന്ന് കുട്ടിയായിരിക്കെ തന്നെ മർവ എന്ന വിജ്ഞാന നഗരിയിലേക്ക് ഞാൻ ഹദീസ് പഠിക്കാൻ പോകാറുണ്ട്. وسمع بها من مكي بن إبراهيم وهو من نوالي شيوخه ويحيى بن بشر തുടങ്ങിയുള്ള മഹാന്മാരിൽ നിന്ന് ഞാൻ കേട്ടു. ബൽഖ് എന്ന് പറയുന്ന പ്രദേശത്ത് പോയി, ഹിറാത്ത് എന്ന പ്രദേശത്ത് പോയി ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ അബ്ദുല്ലാഹ് ഇബ്നു അയ്യൂബ് അൽ ഹർവി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇബ്രാഹിം ബിൻ മൂസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാരിൽ നിന്ന് റയ്യി എന്ന പ്രദേശത്ത് നിന്ന് ഞാൻ ഹദീസ് കേട്ടിട്ടുണ്ട്. ബസറ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഞാൻ പോയി. അബൂ ആസിം നബീൽ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് അൽ മുസനി മുസന്ന അൽ അൻസാരി വഅബ്ദുറഹ്മാൻ ബിൻ ഹമ്മാദ് അശ്ശഈസി സാഹിബി ബിൻ ഔൻ വമിൻ മുഹമ്മദ് ബിൻ അർഅറ വഹജ്ജാജ് ബിൻ മിൻഹാൽ തുടങ്ങിയുള്ള മഹാന്മാരിൽ നിന്നെല്ലാം ഞാൻ അവിടുന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ട് ബസറയിൽ പോയ പ്രായം പറയുകയാണ് ബഹുമാനപ്പെട്ടവർ. വഖദ റഹല ഇലൈഹാ മുബക്കിറൻ വഹുവ സഗീർ, ചെറുപ്പകാലത്തിൽ തന്നെ ബസറയിൽ പോയിട്ടുണ്ട്. സമയത്ത് ഹാഷിദ് ബിൻ ഇസ്മാഈൽ وآخر يقولان كان أبو عبد الله البخاري يختلف معنا إلى مشايخ البصرة وهو غلام. കുട്ടിയായിരിക്കെ തന്നെ ബസറയിൽ പോയി ഉസ്താദുമാരിൽ നിന്ന് ഓതി പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറുപ്പകാലം മുതൽ സഞ്ചാരം നടത്തിയ ഇമാം ബുഖാരി തങ്ങൾ ബസറയിലെ നൂറുകണക്കിന് പണ്ഡിതന്മാരിൽ നിന്ന് ഹദീസ് പഠിച്ചു. കൂഫയിൽ പോയി ഉബൈദുല്ലാഹ് ഇബ്നു മൂസാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഠിച്ചു. ബഗ്ദാദിൽ പോയി എണ്ണമറ്റ ആലിമീങ്ങളിൽ നിന്ന് പഠിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഓരോ പ്രദേശങ്ങളും വിശദീകരിക്കാം. വാസിത്തിലും മിസ്റിലും ജസീറയിലും ഡമസ്കസിലും അതുപോലെ തന്നെ ഖൈസരിയയിലും ഹിംസിലും അസ്കലാനിലും പോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പോയി മഹാന്മാരായ ആലിമീങ്ങളിൽ നിന്ന് മുഴുവനും അതാ ഹദീസ് പഠിച്ചു. ഈ അതോറിറ്റിയോടെയാണ്
നാളെ നമുക്ക് ഉസ്താദുമാരിലേക്ക് വരാം, ഇമാം ബുഖാരി തങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. അവിടുന്ന് ലോകത്തോട് യാത്രയാകുന്ന രംഗം പറയാം. അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാതൃകയാക്കാൻ എത്രയെത്ര ജീവിതോദാഹരണങ്ങളാണ്. ഈ യാത്രകൾക്കിടയിലുള്ള ഇബാദത്തിന്റെ നിഷ്കർഷത ഇതെല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. സഹീഹുൽ ബുഖാരി ലൗ അൻസഫൂ ലമാ ഖത്ത ഇല്ലാ ബിമാഇൽ ബസർ വമാ ദാക ഇല്ലാ ലിളബ്തിൽ ഉസൂൽ വഅദിൽ റുവാതി ബിനഖലിൽ ഖബർ വഫീഹി ഉലൂമുൽ വറാ ജമ്മതൻ തളമ്മനഹാ ഖൗലു ഖൈറിൽ ബശർ وقد فاق فضلا على غيره فاضحى إماما لكتب الأثر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന മഹത്തായ സഹീഹുൽ ബുഖാരി ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പരിചയപ്പെടേണ്ടത് ആ കിതാബാണ്. അതിന്റെ പ്രാമാണികതയാണ്. ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് ലോകത്തുള്ള അലിമീങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. മുത്തഅല്ലിമീങ്ങളെ, ഇത് ഗഹനമായൊരു പഠനമല്ല, വിശാലമായ ഒരു അവതരണമല്ല, ഇത് പ്രാഥമികമായൊരു വായനയാണ്. നിങ്ങളും ഞാനും അന്വേഷിക്കണം, കൂടുതൽ പഠിക്കണം, ഇമാം ബുഖാരി അറിയണം. അവസാനം മുഹിബ്ബുസ് സാലിഹീന വലസ്തു മിൻഹും. ഈ പവിത്രമായ റമളാനിൽ മഹാന്മാരോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിച്ചതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. മിഫ്താഹുൻ നജാഹ് എന്ന ഗ്രന്ഥത്തിൽ വായിക്കാം. ആയിദുൽ ഖർണിയുടെ ഗ്രന്ഥമാണെങ്കിലും പല മഹാന്മാരുടെയും വചനങ്ങൾ അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. രചയിതാവിനോട് ആദർശപരമായി എനിക്ക് യോജിപ്പില്ല. കാരണം അദ്ദേഹം അല്പം സലഫി ആശയമുള്ള ആളാണ്. ഏതായാലും ശരി, സമീപകാലത്ത് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന ലോകപ്രസിദ്ധനായ എഴുത്തുകാരിൽ ഒരാളാണ്. നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ്. പക്ഷേ എന്തുകൊണ്ടോ അശ്അരി മദ്ഹബിനെ അറിയാതെ പോയ ആളാണ്. അശ്അരിയത്തിന് മനസ്സിലാകാതെ പോയ ആളാണ്. അയാൾ പറയുന്നുണ്ട്, ഇമാം റാസിയുടെ തഫ്സീറുൽ കബീർ മുഴുവനും ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആഷിഖ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. റാസിയിലെ ഓരോ വരികളും ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തു ചെയ്യാനാണ്, അത്ഭുതമുള്ള തഫ്സീർ തന്നെ. പക്ഷേ റാസി അശ്അരിയായി പോയല്ലോ. അതുവരെ ഞാൻ ഇയാളുടെ പുസ്തകം ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. മുതഅല്ലിമുകളെ, അയാൾ അശ്അരി ഇമാമിനെയും അശ്അരിയത്തിന്റെ ആത്മാർത്ഥതയും അറിയാത്ത ആളാണ്. അശ്അരികളല്ലാത്ത ലോകപ്രസിദ്ധരായ പണ്ഡിതരെവിടെ? അല്ലാഹു ആയുസ് നൽകിയാൽ നമുക്ക് ഇമാമുൽ അശ്അരിയെ പറയണം, ഇമാം മാതുരീദി തങ്ങളെ പറയണം, അതുപോലെ അഖ്താബുകളെ പറയണം. ഇങ്ങനെ ഓരോ ആളുകളെയും പറയുന്നതിന് പിന്നിൽ ഒരു സ്വാർത്ഥതയുണ്ട്. എന്താണെന്നല്ലേ? നമുക്ക് റസൂലുള്ളാഹിനോട് ചേരാൻ അർഹതയില്ല. ഒരുപാട് ആളുകൾ റസൂലുള്ളാഹിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് മുഹിബ്ബീങ്ങൾ ഉള്ളപ്പോ സ്വലാത്ത് അധികം ചൊല്ലിയിട്ടില്ലാത്ത, വിവരമധികമില്ലാത്ത, സ്നേഹിക്കാൻ പറ്റുന്ന ഹൃദയമില്ലാത്ത സാധുവായ ഞാനും നിങ്ങളുമൊക്കെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നാൽ നേരിട്ടൊന്നു ചേരാൻ അർഹതയില്ല. അതുകൊണ്ട് ഹബീബിന് ഇഷ്ടമുള്ള ചിലരെ ഒന്ന് ശഫാഅത്തിന് വേണ്ടി വിളിക്കാമല്ലോ. ആ ലക്ഷ്യത്തോടെയാണ് സാധുവായ ഞാൻ ഈ പരമ്പരയ്ക്ക് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ. ഇമാം ബുഖാരി തങ്ങൾ ശുപാർശ ചെയ്യുമ്പോ അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസാണ്. ഹബീബിന് ഇഷ്ടമുള്ള ശുപാർശയായിരിക്കുമല്ലോ. ഇങ്ങനെ ഒരുപാട് ആളുകളെ പിടിക്കുമ്പോ ആരുടെയെങ്കിലും ഒരു കോന്തലയിൽ പിടിച്ചിട്ട് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലൊന്ന് എത്തിച്ചേരണം. किस बात की कमी है आका तेरी गली में, किस बात की कमी है आका तेरी गली में. റസൂലുള്ള നമ്മുടെ കൂടെയുണ്ടെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ് നമ്മളെങ്കിൽ നമുക്ക് വിഷമിക്കാനില്ല. അതുകൊണ്ട് ഈ റമദാനിന്റെ രാപ്പകലുകളിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ഒരുപാട് ഇമാമീങ്ങളുണ്ട്.
അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ അവസാനം മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ ചിരിക്കുന്ന മുഖമൊന്ന് കണ്ട് മരിക്കാൻ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഇമാം ബുഖാരി തങ്ങൾ മഹ്ശറിൽ നിൽക്കുമ്പോ റസൂലുള്ളാഹിക്ക് തിരിയാത്ത ആളാവൂലല്ലോ ഇമാം ബുഖാരി തങ്ങൾ. ഖദീജ ബീവി അവിടെ നിൽക്കുമ്പോ ഖദീജ ബീവിയുടെ പൊന്നുമോൻ ഖാസിമിനെ മുലയൂട്ടാൻ സ്വർഗത്തിൽ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ നബി തങ്ങളും ഖദീജ ബീവിയെ തിരിയാതിരിക്കില്ലല്ലോ. സ്വർഗീയ വനിതകളുടെ നേതാവായ ഫാത്തിമത്തുൽ ബത്തൂലിനെ ഹബീബ് കാണാതിരിക്കില്ലല്ലോ. അങ്ങനെ ഇവരെല്ലാരെയും കൂട്ടി റസൂലുള്ളാഹിന്റെ സൈന്യം സ്വർഗത്തിലേക്ക് പോകുമ്പോ അതിൽ ചേരാൻ അർഹതയില്ലെങ്കിലും വലിയ ഉസ്താദുമാര് ഭക്ഷണം കഴിക്കുന്നിടത്ത് അതാ ഡ്രൈവർമാര് അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവരെ ഇൽമു കൊണ്ട് പദവി കൊണ്ട് ക്ഷണിക്കപ്പെട്ടവരല്ല. ഉസ്താദുമാരുടെ ഡ്രൈവർ എന്ന നിലയ്ക്ക് VIP പരിഗണന കിട്ടിയതാണ്. ഇതുപോലെ മുഴുവൻ സ്വാലിഹീങ്ങളും പോകുമ്പോ അവരുടെ പേര് പറഞ്ഞവരെന്ന നിലയ്ക്ക്, ചരിത്രം വായിച്ചവരെന്ന നിലയ്ക്ക്, അത് കേട്ടവരെന്ന നിലയ്ക്ക് നമ്മളെ കൂടി അവരൊന്ന് കൂട്ടിക്കൊണ്ടുപോയാൽ അല്ലാഹുവേ അവരുടെ ഗണത്തിൽ കൂട്ടി ഞങ്ങളെയും സ്വർഗത്തിൽ എത്തിക്കണേ റഹ്മാനേ. മുദ്ദാഹി ത്വഹ ലാഹിഖാ റസൂലുള്ളാഹിന്റെ മാദിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് അവരെല്ലാം പോകുമ്പോ ഞങ്ങൾ അതിന് അർഹതയില്ലാത്ത ഏഴകളാണെങ്കിലും അവരുടെ പരിഗണന കൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ഒരു 2 മിനിറ്റ് നിൽക്കുന്നതിൽ പരാതിയില്ലല്ലോ. നമുക്ക് എന്നിട്ട് നേരെ അങ്ങ് നിസ്കരിക്കാൻ പോകാമല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള വഴികളാണ് എല്ലാ ഇമാമീങ്ങളും. ഇമാം ബുഖാരി തങ്ങളെ നാളെ വായിക്കുമ്പോഴറിയാം ഇൻഷാ അല്ലാഹ് മദീനയിൽ നിന്നുള്ള കൈവഴിയാണ്. അതുപോലെ എല്ലാ ഇമാമീങ്ങളുടെയും വഴി മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്നാണ്. അവിടേക്കൊന്ന് ചേരണം. അല്ലാഹുവേ, ഒരുപാട് ഇമാമീങ്ങൾ അവരുടെ രചനയും കയ്യിൽ പിടിച്ച് നാളെ പരലോകത്ത് വരും. ചില ഇമാമീകൾ അവരുടെ ശിഷ്യഗണങ്ങളുമായി മുമ്പിലേക്ക് വരും. ചില ഇമാമീകൾ അവരുടെ മദ്ഹബ് പിൻപറ്റിയ ജനകോടികളുമായി വരും. ഞങ്ങൾക്ക് കൊണ്ടുവരാനൊന്നുമില്ല. ഞങ്ങളെ അവരുടെ സേവകരായിട്ടെങ്കിലും അവിടെ എത്തിച്ചു തരണേ റഹ്മാനേ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മദാ യാ വാസിഉൽ കറമി. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനേ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. لك الحمد حمدا دائما مع دوامك يا الله. والصلاة والسلام على حبيب الله. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് സാദാത്യങ്ങളുടെ സമ്മതത്തോടെ ഞാൻ ദുആ ചെയ്യുന്നേ ഉള്ളൂ. അവരുടെ ആമീനുള്ള മജ്ലിസാണ്. അല്ലാഹുവേ, ഇന്നലെ ഞാൻ ഇവിടെ പറയുമ്പോ അബൂ ഹുറൈറ തങ്ങളുടെ ദുആ ചെയ്ത് റസൂലുള്ളാഹി ആമീൻ പിടിച്ചത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സയ്യിദന്മാര് ആമീൻ പറയുന്ന മജ്ലിസാണ്. ഞങ്ങൾക്ക് നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് തരണേ റഹ്മാനേ. ഒരുപാട് തവണ ആ റസൂലുള്ളാഹിനെ കാണാൻ അവസരം നൽകണേ റഹ്മാനേ. ഇതാ ഒരുപാട് മുഅ്മിനീങ്ങൾ നോമ്പെടുത്തുകൊണ്ട് നിന്റെ റഹ്മത്തിനെ കൊതിച്ചുകൊണ്ട് കൂട്ടത്തിൽ ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട്. ഈ നിൽക്കുന്ന എല്ലാവരും ഭക്ഷണം ഒഴിവാക്കിയത് നിനക്ക് വേണ്ടിയാണ് റബ്ബേ. ഈ റമളാനിൽ നോമ്പെടുക്കുന്നത് നിനക്ക് വേണ്ടിയാണ് റബ്ബേ. ഞങ്ങൾ പാപികളാണെങ്കിലും നിന്നോട് സമരം ചെയ്യുന്നവരല്ല റബ്ബേ.
ഞങ്ങളെ നീ ഔദാര്യം കൊണ്ട് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ ഈ മജ്‌ലിസിൽ നിന്ന് നല്ലവരാക്കി നീ തീർക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് ഹദീസിന്റെ ഇമാമീങ്ങളെ പറയുമ്പോ പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾക്ക് സ്വഹീഹുൽ ബുഖാരി ഓതിത്തരുന്ന കാലത്താണ് ഉസ്താദ് അവറുകൾ മിർആത്ത് രചിക്കുന്നത്. പലപ്പോഴും അതിൽ വരുന്ന കാര്യങ്ങളും മറ്റും ഞങ്ങളോട് അഭിമാനത്തോടെ പറഞ്ഞവരാണ്. അല്ലാഹുവേ, ഉസ്താദ് അവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ, പയ്യനാട് തങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ അലിമീങ്ങൾ, സാദാത്തുക്കൾ, ചാലിയം MP ബാവഹാജി, സാജിദ ഉമർ ഹാജി, അങ്ങനെയുള്ള ഉമറാക്കൾ, റബ്ബേ, അവരുടെ എല്ലാവരുടെയും ഖബർ നീ സ്വർഗമാക്കണേ റഹ്മാനെ.